നമ്മൾ മഞ്ഞുമല്ല് നീ ആണെങ്കിൽ എന്ത് ചെയ്യും, നീ ഇറങ്ങില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ആ ഡയലോഗ് ഈസ് ഫ്രം അസോസിയേറ്റ് ഡയറക്ടർ ബിക്കോസ് ഹി നോസ് ദ വാട്ട്. അപ്പൊ അത്രയും ഇൻവോൾവ് ആണ് ദ ഹോൾ ടീം. ഒരു ദിവസം ആസിഫ് ഞങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇമോഷണലി മൂപ്പര് ബ്രേക്ക് ആയി. ലൈക്ക് എന്താ പറഞ്ഞാൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും ക്ലെയിംഡ് ആയിട്ട് ലൈക്ക് അത്രയും ആൾക്കാർ പ്രേസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര ഇമോഷണലി ഞങ്ങളെല്ലാവരും. ഞാൻ ഫസ്റ്റ് നമുക്കടുത്ത് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഒരു സ്കെച്ചാണ്. വേറെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് വരച്ചു തന്ന ഒരു സ്കെച്ചാണ്. എന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചു ഇതാണ് എൻ്റെ ക്യാരക്ടർ പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ, അങ്ങനെയാണത്. അവൻ ചിദംബരം ആരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ട്രിവാൻഡ്രത്ത് NGO ക്വാർട്ടേഴ്സിൽ തന്മാത്ര ഷൂട്ട് ചെയ്യുമ്പം അന്ന് ചിദംബരം സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നില്ല, സാറ് ചോദിച്ചായിരുന്നു കേട്ടതൊക്കെ ശരിയാണല്ലേ, അടുത്ത പടത്തിനും പറ്റി ഹൊററാണല്ലേ എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും ചോദിക്കരുത് എന്നോട് പ്രത്യേകം പറയണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സാറിന്റെ വലയിലേക്ക് ഇട്ടത്. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കാട്ടും എത്രയോ ഇരട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ബിഗ് ബോസ് മലയാള പടത്തിന്റെ ബജറ്റ് ആവും. ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മിണിപ്പിള്ളയിൽ ടോട്ടലി ഞാൻ തന്നെ എല്ലാം ഫസ്റ്റ് തന്നെ സ്റ്റോറി ബോർഡിൽ റെഡിയാക്കിയിട്ടാണ് ചെയ്തിരുന്നത്. ചന്തു വന്ന് ലൂസ് അടിക്കണമെന്ന് പറയുന്ന സാധനം അത് എല്ലാവരും പ്രശ്നമായി. പിന്നെ ഇവൻ ഇത്ര സമയം അവിടെ എന്നിട്ട് നമ്മൾ ഇവന് വന്ന് ലൂസ് അടിക്കാൻ അത് നടക്കില്ല എന്നവരെല്ലാം പറഞ്ഞു. ആക്ച്വലി കോൾഡ് പ്രൊഡ്യൂസിംഗ് ദ ഫിലിം. മറ്റേത് ഓൺലി ഫൈനാൻസിങ്. ആക്ച്വലി പ്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഡീപ്പർ ലെവലിൽ നീഡ് ടു ഹാവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫിലിം. ഈ സിനിമയ്ക്ക് മുമ്പ് നമ്മൾ ഇവരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മരുന്ന് ബാക്കി ഉണ്ടാകുമെന്നുള്ള 2025 മരുന്ന് ബാക്കി ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മലയാള സിനിമയുടെ സീൻ മാറ്റിയ 4 മേക്കേഴ്സാണ് ക്ലബ് FM ഡയറക്ടേഴ്സ് ക്ലബിലിരിക്കുന്നത്. മലയാള സിനിമയെ ഇന്റർനാഷണലി മാർക്ക് ചെയ്ത ദി ലെജൻഡ് ബ്ലെസ്സി സാർ, മലയാളവും താണ്ടി പാൻ ഇന്ത്യ മഞ്ഞുമ്മൽ ബോയ്സിനെ സെലിബ്രേറ്റ് ചെയ്യിപ്പിച്ച മഞ്ജുമ്മൽ ബോയ്സ് എന്ന് ഇന്ത്യക്കാരെ കൊണ്ട് പറയിപ്പിച്ച ചിദംബരം, അതുപോലെ 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എടുത്ത് അത് ഹിറ്റാക്കിയ രാഹുൽ, പടം നന്നായാൽ പ്രേക്ഷകർ എന്തായാലും ഏറ്റെടുക്കുമെന്ന് വീണ്ടും തെളിയിച്ച കിഷ്കിൻഡ കാണ്ഡത്തിന്റെ ഡയറക്ടർ ദിൻജിത്ത്. ഇവർ 4 പേരുമാണ് ഡയറക്ടേഴ്സ് ക്ലബിൽ ഇരിക്കുന്നത്. വെൽക്കം ടു ഡയറക്ടേഴ്സ് ക്ലബ്. താങ്ക് യു എല്ലാവരും വന്നതിന് തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ. ബ്ലെസ്സി സാർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരുണ്ട്. ഈ ഡിസ്കഷനിൽ ബ്ലെസ്സി സാറിന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഫസ്റ്റ് ബ്ലെസ്സി സാറുമായിട്ടുള്ള നിങ്ങളുടെ 3 പേരുടെയും കണക്ഷൻ, അല്ലെങ്കിൽ ആടുജീവിതം കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലെസ്സി സാറോട് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് ചിദംബരത്തിൽ നിന്ന് തുടങ്ങാം. ചിദംബരം ആടുജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ, എനിക്ക് അത് അധികം ആൾക്കാർ അറിയാത്തൊരു സംഭവമാണ്. ഈവൻ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു പിന്നീടാണ് അറിയുന്നത്, ഓ ആ ആളാണല്ലോ ഈ ആളെന്നുള്ള. അന്നറിഞ്ഞില്ല. ചിദംബരം ആളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ട്രിവാൻഡ്രത്ത് NGO ക്വാർട്ടേഴ്സിൽ തന്മാത്ര ഷൂട്ട് ചെയ്യുമ്പം അന്ന് ചിദംബരം സ്കൂളിൽ പഠിക്കുകയാണ്. അവിടെ ഇവർ ഇദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് ഇവരുടെയൊക്കെ ക്വാർട്ടേഴ്സിലൊക്കെ പോയി ആണ് നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ തൊട്ടടുത്ത് ഒരുപാട് നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തതാണ്. അന്ന് ചിദംബരമാണെന്നുള്ളത് ഞാനിപ്പോഴാണ്. അതെ, ഇത് തന്നെയാണ് ബ്ലെസ്സറായിട്ടുള്ള കണക്ഷൻ. ഞാൻ ചെറുതിലെ ബ്ലെസ്സാർ അറ്റ് വർക്ക് എനിക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. തന്മാത്ര സമയം അന്ന് ഞാനൊരു സിനിമാക്കാരൻ അങ്ങനെ ഒരു ഒന്നുമില്ല. ജസ്റ്റ് ഒരു ലാലേട്ടൻ്റെ പടം ഷൂട്ടിംഗ് നടക്കുന്നു, ലൊക്കേഷനിൽ പോയത് അവിടെ കാണുന്നു. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പൊ ഇവര് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന സീനും അതൊക്കെ തന്മാത്ര ആടുജീവിതത്തിൽ ലൈക്ക് എനിക്ക് മോഹൻ സാറിന് അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്ലെസ്സാറിനോട് വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. അത് തന്നെയാണ് ബ്ലെസ്സറായിട്ടുള്ള കണക്ഷൻ. ഐ എം വെരി ഹാപ്പി ടു സിറ്റ് വിത്ത് യു. സൂപ്പർ. രാഹുൽ? Yeah, same. First of all, very happy to sit next to Blessy sir. ഞാൻ ഫസ്റ്റ് സാറിനെ കാണുന്നത് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്യാൻ കോയമ്പത്തൂർ സാറ് കുറച്ച് കാലം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും സാറിൻ്റെ ടീമിലേക്ക് കയറാൻ
അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സാറിനെ ദാറ്റ് വാസ് ലോങ് ബാക്ക്. പിന്നെ ആഫ്റ്റർ മെനി ഇയേഴ്സ് മലയാള പുരസ്കാരം അതിൻ്റെ അവാർഡ് വെച്ചിട്ടാണ് പിന്നെയും ഞങ്ങൾ കാണുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഓണർ ടു ബി സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. സോ ബ്ലസ്സി സാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അയ്യോ, ഇങ്ങനെ മൂപ്പരെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എന്നെല്ലാം പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ തന്മാത്ര എനിക്ക് കണ്ട സമയത്തുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, പടങ്ങളോടുള്ള ഇഷ്ടം, അതെനിക്കൊന്ന് ഒരു മെയിൻ പടമായിരുന്നു തോന്നുന്നു. എന്നെ ഫിലിമിലേക്ക് കുറച്ചൊക്കെ ഫിലിം ചെയ്യണം അല്ലെങ്കിൽ മൂവി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് തന്നെ തന്മാത്ര ഭ്രമരെല്ലാം കണ്ടതിന് ശേഷം. എനിക്കൊന്ന് ഭയങ്കര ഹോണേഡ് ബ്ലസ്സി സാറിന് ഒപ്പം ഇരുന്നിട്ട്. ഫസ്റ്റ് ഷെഡ്യൂളിലാണ് അപ്പം ആടുജീവിതത്തിൽ ക്യാമറ അസിസ്റ്റ് ചെയ്തത്. അതെ എൻ്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു മോഹൻ സാറിന് അസിസ്റ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ രാജീവൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. മോഹൻ സാർ, അപ്പം ഞാൻ അറിഞ്ഞു ആടുജീവിതം മോഹൻ സാറാണ് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കാല് പിടിച്ച് എത്തിയത് ദാറ്റ് ഹ്യൂജ് എ ഫിലിം. അപ്പം ആടുജീവിതം ഞാൻ ചെറുതിലെ വായിച്ചതുമാണ്. അപ്പം ഐ വാസ് വെരി ക്യൂരിയസ് ഹൗ ദേ മേക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ദാറ്റ് ഇസ് ഒഫീഷ്യൽ കേരള ഷെഡ്യൂളാണ് ഞാൻ വർക്ക് ചെയ്തത്. സർ 2024 ഒരു സ്പെഷ്യൽ വർഷമാണ്. ആടുജീവിതത്തിന് ഒരു 16 വർഷത്തെ ജേർണി ഉണ്ട്. എല്ലാ പടത്തിനും 2-3 വർഷത്തെ ജേർണി ഉണ്ട്. പക്ഷെ 2024 സ്പെഷ്യലാണോ? സാറിന് തുടങ്ങാം. തീർച്ചയായിട്ടും 2024 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എൻ്റെ ലാസ്റ്റ് ഫിലിം റിലീസ് ചെയ്തിട്ട് 11 വർഷങ്ങൾക്ക് മുമ്പാണ് റിലീസ് ചെയ്തത്. അപ്പം 2024 ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ 2024 ഈ അവസാന ദിവസങ്ങൾ, അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിന് മുമ്പുള്ള ദിവസങ്ങൾ, ഞാൻ 2023 മാർച്ച് 31 ഒരു ഞായറാഴ്ചയാണ് എനിക്ക് ഇതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2023 സിനിമയായിട്ട് മാറുന്നത്. അപ്പം ഇതൊരു UA സർട്ടിഫിക്കറ്റോടുകൂടി സെൻസർ ചെയ്യുന്നത് എൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ, പിന്നെ ഏതൊരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ, ഇപ്പോൾ ഇവരുടെയൊക്കെ ആദ്യ സിനിമയാണെങ്കിൽ എനിക്കും ഇത് ആദ്യ സിനിമ തന്നെയാണ്. കാരണം അതുപോലെ തന്നെയാണ് എല്ലാവർക്കും നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ട് നമ്മൾ അതിനോട് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുന്ന ഏത് ഫിലിം മേക്കറിനും എല്ലാ സിനിമയുടെയും റിലീസ് ഒരേപോലെ തന്നെ, ചിലപ്പം കൂടുതൽ ഭാരമായിരിക്കും. കാരണം നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടുതൽ കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2024 മാർച്ച് 28 എന്ന് പറയുന്ന ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നു, അതുതന്നെ വലിയൊരു ഭാരമാണ്. ഒപ്പം തന്നെ ഭാരിച്ച ഒരു ബഡ്ജറ്റ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. പിന്നെ ഞാനിത് 2018 ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണല്ലോ. ആ ഷൂട്ട് ചെയ്ത ക്യാമറ പോലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് വേറെ രീതിയിലേക്ക് മാറിയപ്പം ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ വളരെ ധാരാളമായിട്ട് സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിന് ഏത്തരത്തിലുള്ള സിനിമയായിരിക്കും നമ്മുടെ ഒരു സിനിമയുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ ഒരു, ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു സിനിമ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാറ്റേൺ ഒക്കെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഈ ഒരു കുറച്ചും കൂടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ ചെയ്തിട്ട് കട്ടിങ്ങൊക്കെ എഡിറ്റിങ്ങൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ചെയ്തിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാതെ ഒരു പാറ്റേണിൽ തന്നെ പോയിട്ടുള്ളൊരു സിനിമ എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറ കാണുന്നത് എന്നുള്ളതൊരു വളരെ അധികം ഒരു ഭയത്തോടുകൂടി ഞാൻ നോക്കിക്കണ്ടിരുന്നതാണ്. പക്ഷെ അത് കണ്ടു, എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ അകത്ത് ഇതിലെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ യുവാക്കളെ, പുതിയ തലമുറയൊക്കെ പല രീതിയിലും നമുക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്ക് കുറ്റപ്പെടുത്താനുള്ള ഇതുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മറ്റൊരു സത്യം. കാരണം ഒരുപാട് ലോക സിനിമ എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പമായി എന്ന് തോന്നുന്നു. ഞാൻ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയത് കൊണ്ട് ഡ്യൂൺസും അതുപോലൊക്കെയുള്ള സിനിമ, ഇപ്പം ഞാൻ തന്നെ ഒരേ ഡ്യൂൺസ് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് ഭയമായിരുന്നു. എന്ന് വെച്ചാൽ ഇവനെ അങ്ങനെ കളിപ്പിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ഓഡിയൻസിനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരത്ര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനുള്ള രീതി നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
അത് തന്നെയാണ് ഇപ്പം മഞ്ഞുമലിനും ഇവരുടെ ഈ ഇപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഒരു അവരുടെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ചിലപ്പോൾ. ഇപ്പം യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ബിഗ് സ്ക്രീനിൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ആണല്ലോ നമുക്കറിയാമായിട്ട്. അപ്പം അതിന് ഒരു ഇയാൾക്കിടെ ഒരു എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, അതിൻ്റെ ഒരു ടോൺ അങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് സംവിധായകരോടൊപ്പം തന്നെ നിൽക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സക്സസ് എന്ന്. കറക്റ്റ്. രാവിലെ 2024 ഏറ്റവും വലിയ മെമ്മറി എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എൻ്റെ ഫിലിമിൻ്റെ റിലീസ് തന്നെയാണ്. എക്സ്പീരിയൻസും ഓഡിയൻസ് അത്രമാത്രം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതും 2024 ഫോർ എവ്രി ജോണർ ആക്ച്വലി ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര ഫിലിംസ് ഇപ്പോഴും ഈ മാസവും ഒരുപാട് ഫിലിംസ് ഇറങ്ങി, അതും ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്, വെൽ റിസീവ്. സോ സാർ പറഞ്ഞ മാതിരി വെരി ഇൻസ്പയറിങ് ഈസ് സാർ ഇത്രയും അപ്ഡേറ്റഡ് ആണ്, ഞങ്ങൾക്ക് സാറൊപ്പം പിടിച്ചേക്കാൻ പറ്റുന്ന. സോ ദാറ്റ് ഈസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് എവറി നൗ ആൻഡ് ദെൻ, ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് നെക്സ്റ്റ് ഇയർ ഇതേമാതിരി കുറേ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ വി ആർ ഹാപ്പി. ആക്ച്വലി വി ഹാവ് എ വെരി ഗുഡ് ഓഡിയൻസ്. സോ ദിഞ്ചിത്തിനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 2024 പുറകിലേക്ക് പോവാണെങ്കിൽ ഒരു കാര്യം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇല്ല, ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് ടൈം. ഞാൻ ഒരു ടൈമിൽ നടക്കാതെ മീൻസ് നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഡിലേ ഉണ്ടല്ലോ. പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ഡിലേ ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും ഒരു ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു ടൈം. അപ്പോൾ അത് എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരും അനുഭവമായിരിക്കും, എല്ലാ ഡയറക്ടേഴ്സിനും അതൊരു അനുഭവമായിരിക്കും. അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ടൈം കിട്ടും. നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോഴും തോന്നുന്നു നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ തുടങ്ങണമായിരുന്നു. ഞാൻ ആനിമേഷൻ ഫീൽഡിലായിരുന്നു. അപ്പോൾ ആനിമേഷൻ ഫീൽഡിൽ ഒരു 10 വർഷം ഞാൻ ആനിമേഷൻ ഡയറക്ടറിലായിട്ട് നിന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു, ഒരു ഫിലിം പുറത്ത് ഇങ്ങനെ ഒരു ഇതിൽ ഇറങ്ങുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ബാരിയർ ഞാൻ ഒരു സമയത്ത് ആ ഷെല്ലങ്ങ് പൊളിച്ചു പുറത്തിറങ്ങി. പിന്നെ ഇപ്പോൾ ആലോചിക്കുന്നത് കുറച്ചും കൂടി നേരത്തെ എനിക്ക് ആ ഒരു ഷെൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ എനിക്ക് പടങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇനി 2024 നമുക്ക് അത് നല്ലൊരു ഭാഗ്യം കിട്ടി. സ്പെഷ്യലാണ്. ഓണത്തിന് തന്നെ ഞങ്ങൾക്ക് അതൊരു എല്ലാ ഡയറക്ടറിനുള്ളൊരു ഇതാണ്, ഓണത്തിനുള്ള ഒരു പടം ഇറക്കുക എന്നുള്ളത്. അത് ഇറങ്ങാൻ പറ്റി, സന്തോഷം. സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് 16 വർഷമാണ്. സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഒച്ചിനെ പോലെ പതുക്കെ എഴഞ്ഞ് ആടുജീവിതത്തിൻ്റെ കൂടെ അങ്ങനെയുള്ളൊരു ജേർണി ആയിരുന്നു. ഇത് കഴിഞ്ഞ് പടം ഇറങ്ങി പ്രേക്ഷകരെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് സാർ എങ്ങനെ സന്തോഷിച്ചെന്ന് അറിയാം. അല്ല, എനിക്ക് ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇടയ്ക്ക് കയറി പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ അതായത് 10 വർഷമോ ആനിമേഷനായിട്ട് നിന്നുള്ളൂ. ഞാൻ 18 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നടന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ ആൾക്കാരുടെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഓഡിയൻസിൻ്റെ ഒരു രീതി മാറി. എന്ന് വെച്ചാൽ തിയേറ്ററിൽ സിനിമ ആൾക്കാരില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് മാറി. അപ്പം നമുക്ക് എപ്പോഴും എനിക്കൊന്ന് സമയത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന, നമുക്ക് നല്ല സമയവും മോശം സമയവും വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല, എപ്പോഴും സമയമുണ്ട് അല്ലേ. ഏറ്റവും നമുക്ക് കിട്ടുന്ന നല്ല സമയമാണ് നമുക്ക് ആ സിനിമ റിലീസ് ചെയ്ത്. പ്രത്യേകിച്ച് ഈ ഓണം സിനിമ എന്നൊക്കെ പറയുമ്പോൾ പുതിയ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചയും അങ്ങനെ തന്നെ ഉണ്ടായ ഒരു സിനിമയാണ്, ഒരുപാട് വലിയ സിനിമകളുടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു അപ്രീസിയേഷനാണ് ഉള്ളത്. അപ്പം സമയത്തിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനായിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എല്ലാ സമയവും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത് ഹിറ്റ് ചെയ്യണം. പലപ്പോഴും ചില നല്ല സിനിമകൾ മോശം സമയത്തിറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പം കാലാവസ്ഥയാവാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കലാമിറ്റീസ് ആവാം ഒക്കെ അല്ലേ. ഇപ്പം പല സിനിമകളും ഇപ്പം വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് മുങ്ങിപ്പോയിട്ടുള്ള പല സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്കൊരു ബാഡ് ടൈമിൽ നമുക്ക് ഇറക്കാൻ പറ്റി, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. സാർ ആടുജീവിതം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, സന്തോഷിച്ച എങ്ങനെയാണെന്നാണ് നമുക്കറിയേണ്ടത്. ആടുജീവിതം ഞാൻ എൻ്റെ ചിലപ്പോൾ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്, ഞാൻ ഈ ആടുജീവിതം ആൾക്കാർ ആഘോഷിക്കുന്നതോ പറയുന്നോ ഒന്നും ഞാൻ അറിയുകയോ കേൾക്കുകയോ ചെയ്തില്ലെന്നുള്ളതാണ് സത്യം. തിയേറ്ററിൽ പോയില്ല. ഫസ്റ്റ് ഡേ പോലും ഞാൻ തിയേറ്ററിൽ പോയില്ല എന്നുള്ളത്
ഒരു അത് ഭയം കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളെക്കാട്ടും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് എനിക്കിപ്പോഴും സിനിമ കാണുന്നത്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും അയ്യേന്ന് അല്ല എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം എനിക്കറിയത്തില്ല, ചിലപ്പോൾ ജീവിതം ഇങ്ങനെ ആയിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെ ആയിരിക്കും എന്നൊക്കെ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പം അങ്ങനെ ഒരു 10ാം ക്ലാസ്സിൽ, ഇപ്പോഴത്തെ 10ാം ക്ലാസ് അല്ല, പഴയ 10ാം ക്ലാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ആഘോഷങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പിന്നെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും പല ആൾക്കാരും വലിയ വലിയ ആൾക്കാർ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പൃഥ്വിരാജ് എന്നൊരു ഹഗ് ചെയ്യുന്ന ഒരു മൊമെന്റ് നമ്മൾ അതൊക്കെ ആയിരിക്കും സന്തോഷം തോന്നുന്നത് എനിക്ക് നിങ്ങളുടെ സെലിബ്രേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു നൂൽപാലത്തിൽ കൂടെ നടന്നു പോകുന്ന പോലെയാണല്ലോ, അങ്ങോട്ട് വീഴാം ഇങ്ങോട്ട് വീഴാം എന്നുള്ളൊരു അവസ്ഥയിൽ എന്നിട്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഇതിന് ഒത്തിരി റിസ്ക് കൂടെ ഉണ്ടായിരുന്നല്ലോ. വെച്ചാൽ എല്ലാവരും വായിച്ച ഒരു നോവൽ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും അതുകൊണ്ട് അത്ര ആൾക്കാർ കാണാൻ കിട്ടുമല്ലോ എന്നാണ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇതെന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം നമ്മൾ ഈ വായിച്ചിട്ട് ഇത് ഓരോരുത്തരും ഡയറക്ടേഴ്സാണ്, ഇത് വായിക്കുന്നവൻ്റെ മനസ്സിലെല്ലാം ഓരോ രീതിയിൽ ആ സിനിമ വളരുകയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭൂമികയാണേലും എല്ലാം ഡിഫറൻ്റായിട്ട് വളരുമ്പം അതിനെ നമ്മൾ അതിനോടൊപ്പം നിൽക്കണം, ബീറ്റ് ചെയ്തില്ലേ പോലും ഒപ്പം നിൽക്കുക എന്നുള്ള. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പുസ്തകം കൊണ്ട് ഈ ഒരു തിയേറ്റർ വരുമെന്നൊക്കെ ആയിരുന്നു, അത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയാനായിട്ടൊക്കെ. അങ്ങനെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ക്രിറ്റിസിസം ഒരു രസമുള്ളൊരു ജോലിയും കൂടെ ആയതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത വർക്ക് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ അകത്ത് ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ സിനിമ നമുക്ക് എങ്ങനെ എത്രത്തോളം നമ്മളെ കൂടുതൽ പ്രത്യേകിച്ച് അൾജീരിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷനൊക്കെ തന്നെ നമ്മളെ ഭയങ്കര എനർജി ഉണ്ടാക്കും. പക്ഷെങ്കിൽ സിനിമയുടെ ഒരു അവസാന ഘട്ടങ്ങളിൽ ഒരു മിക്സിങ്ങിൻ്റെ ഒക്കെ അവസാനം എത്തുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ മാത്രം ആരോടും പറയാൻ പറ്റാത്തൊരു രഹസ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു അസ്വസ്ഥത, ഒരു ഭാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളോട് ഇവൻ എന്ത് അഭിപ്രായം പറയും എന്ന് വെച്ചാൽ കുറേ സെക്കൻഡ്സിന് നമുക്കങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ളതല്ലേ. അത് പോസിറ്റീവായിരിക്കുമോ നെഗറ്റീവായിരിക്കുമോ എന്നുള്ളതൊരു വലിയൊരു ഘടകമാണ്. എല്ലാം ഭാഗ്യം. മഞ്ജുമൽ ബോയ്സ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? സൗബിക്കട വലിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, സെലിബ്രേഷൻ നടത്താൻ പോകുന്നുള്ളൂ. അങ്ങനെ നടത്താൻ പോകുന്നുള്ളൂ. കൂട്ടമായി അല്ല, ലൈക്ക് നമുക്ക് എല്ലാവർക്കും മൊമെന്റോ ഫോർ ഓൾ ദ ടെക്നീഷ്യൻസ് ആൻഡ് ക്രൂസ് ഇറ്റ്സ് വെരി. അപ്പം അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബാക്കി ആഘോഷങ്ങൾ അങ്ങനെ നമുക്ക് കഴിഞ്ഞ സൂൺ ആഫ്റ്റർ മഞ്ജുമൽ സൗബിക്ക ഷൂട്ടിന് പോയി റാവൻകൂട്. അപ്പം അങ്ങനെ ആരും പിന്നെ കിട്ടിയിട്ടില്ല, എല്ലാവരും ഓരോ വഴിക്ക് പോയി. നമ്മൾ മതി ആഘോഷിച്ചത്, ഇനി അടുത്ത പണിക്ക് പോകാൻ സമയം. അടുത്ത പണിയെ കുറിച്ച് പറയുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നതിനെ പറ്റി ബ്ലസ് സാർ ചിതുവിനോട് ചോദിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് പടം ഇറങ്ങി അത് കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതായിരിക്കുന്നല്ലോ. അഭിനയം വേറൊരു പ്രോസസ്സാണ്, അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ. ഇതിലേക്കും കൂടി ചാടാൻ തോന്നിയതല്ല. ഞാൻ രതീഷ് പുതോളാണ് ഡയറക്ടർ. രതീഷ് ചേട്ടനെ വിളിച്ചു, ഇതൊരു അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ അവിടെ മസിലൊക്കെ പിടിച്ച് അവിടെ നിന്നാൽ മതി എന്ന് രതീഷ് ചേട്ടനെ റീഇൻഫോഴ്സ് ചെയ്തു. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്ര ചെറുതിലെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. ആഗ്രഹം ഇങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ ഭയങ്കര ആഗ്രഹം. ഇറ്റ്സ് ലൈക്ക് വൺ പാർട്ട് ഓഫ് ഫിലിം. സോ വൈ നോട്ട്? അതും ഫിലിം മേക്കിംഗ്, ആക്ടറും ഫിലിം മേക്കിങ്ങിന്റെ ഭയങ്കര ഇന്റഗ്രൽ. ആക്ഷൻ പറയുന്നിടത്തോട്ട് അവരാണത്, കട്ട് പറയുന്നവരാണ് ആ ഫിലിം മേക്കർ. അപ്പം അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പണ്ട് അഭിനയിച്ച കഥയൊക്കെ പറയായിരുന്നു. അതെ, ആസ് എ ഡയറക്ടർ വെൻ യു ഗോ ആൻഡ് നമ്മളൊരു ആക്ടറോട് നിൽക്കുമ്പോൾ നത്തിങ് ഈസ് ഇൻ യുവർ കൺട്രോൾ, യു ആർ അറ്റ് സംവൺ എൽസസ് മെർസി ആൻഡ് ആസ് എ ഡയറക്ടർ യു ആർ നോട്ട് യൂസ്ഡ് ടു ദാറ്റ്. അപ്പം അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും. ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ, പീപ്പിൾ വിത്ത് സ്ട്രോങ് പേഴ്സണാലിറ്റി അഭിനയിക്കാൻ കുറച്ച് പണിയായിരിക്കുന്നത്. നമ്മൾ ഒന്ന് ഇളകണം, നമ്മളായിട്ട് മാറ്റാൻ നമ്മൾ പഠിക്കണം. ബ്ലസ് സാർ നിൽക്കുമ്പോൾ യു ബ്ലസ് ചെയ്യും, അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അത് അതിൽ നമ്മൾ ഇങ്ങനെ മാറുന്ന പ്രക്രിയ, അത് ബൈ ട്രെയിനിങ്ങേ വരുള്ളൂ. അതാണ് ആക്ടേഴ്സ് ഡു. അങ്ങനെ ആകാംക്ഷ ഒന്നും വേണ്ട. രാഹുൽ രഞ്ജിത്ത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാല് രണ്ടുപേരും ആനിമേഷൻ VFX അറിയാവുന്നവരാണ്, പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പറയാം അല്ലേ?
ഒരു മേക്കർക്ക് ആനിമേഷൻ VFX ഒക്കെ അറിയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം പടത്തിന് മേക്കർ ഹെൽപ്പ് ചെയ്യും? അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നുള്ളത് തന്നെ ഉള്ളൂ. ഞാൻ ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എനിക്ക്. ഞാൻ കുറേ സ്റ്റോറി ബോർഡൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് വിഷ്വലി എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പേപ്പറിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ് ഷൂട്ടിൽ സെറ്റിൽ പോയിട്ട് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആസ് എ ടൂൾ ആ ഒരു ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. ബട്ട് അത് വളരെ എല്ലാവർക്കും അത് വേണമെന്നില്ല. എവ്രിബഡി ഹാസ് ഡിഫറെൻറ്റ് ടേക്ക് ഓൺ ഹൗ ടു മേക്ക് ഫിലിംസ്. സോ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് സെറ്റിൽ പോയി പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ ലൈക്ക് അയ്യോ എങ്ങനെ ഹൗ ഇസ് ദാറ്റ് പോസിബിൾ എന്ന്. ദാറ്റ് മീൻസ് അവരുടെ മൈൻഡ് അത്രമാത്രം വർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തുന്നത്. സോ അതൊക്കെ ഒരു ഇൻസ്പയറിങ്. രാഹുലിന്റെ എല്ലാം റെഡി ആയിരിക്കും പേപ്പറിൽ, അതിന് മാറില്ല. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. കുറെ ഒരു സ്റ്റോറി ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു സീ ദ ഫിലിം ഫസ്റ്റ് ഓൺ പേപ്പറിൽ കണ്ട് അത് പിന്നെ അതിൽ തന്നെ നമ്മൾ ഒരു എഡിറ്റേഴ്സ് മൈൻഡ് നമ്മുടെ വർക്കാവും. അപ്പോൾ ഏത് ഷോർട്ട്സാണ് വേണ്ടതെന്ന് വർക്കാവും. സോ അങ്ങനെ സ്റ്റോറി ബോർഡിൻ്റെ കാര്യം തന്നെ നമ്മളിപ്പോൾ ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മണിപ്പിള്ളയിൽ ടോട്ടലി ഞാൻ തന്നെ എല്ലാം ഫസ്റ്റ് തന്നെ സ്റ്റോറി ബോർഡിൽ റെഡിയാക്കിയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിലങ്ങനെ ടൈം കിട്ടിയില്ല. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൈഡ് ഞാൻ വെറുതെ സ്ക്രിബിൾ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്കൊരു വിഷ്വൽ അപ്പം തന്നെ കിട്ടുകയാണല്ലോ. അപ്പോൾ നമ്മളത് ഈസി ടു കമ്മ്യൂണിക്കേറ്റ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ DOP-നോടും സംസാരിക്കാം, ക്രൂവിനോടെല്ലാം പെട്ടെന്ന് സംസാരിക്കും. ഓക്കെ ഇതാണ് എൻ്റെ ഷോട്ട്, ഇതിങ്ങനെ വേണം. അപ്പോൾ അത് ഈസിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കുറച്ചും കൂടിയും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കുറച്ചും കൂടി ഈസി പ്രോസസ്സാണ്. VFX ഓക്കെ, VFX എല്ലാം അറിയുന്നതുകൊണ്ട് കുറച്ച് എനിക്കൊന്ന് ആഡഡ് ഇതാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ കുറച്ചും കൂടി ആഡ് ഓൺ സാധനങ്ങളാണ്. ഞാൻ ചോദിക്കുന്നില്ല, സാറ് ചോദിച്ചായിരുന്നു കേട്ടതൊക്കെ ശരിയാണല്ലേ, അടുത്ത പടത്തിനെ പറ്റി ഹൊററാണല്ലേ എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൊറർ തന്നെയാണ് ജോൺറർ അല്ലേ? ഒന്നും ചോദിക്കരുത് എന്നോട് പ്രത്യേകം പറയണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സാറിന്റെ തലയിലേക്ക് ഇട്ടത്. സാറെന്താ കേട്ടെ? അല്ല, ഞാനിങ്ങനെ കേട്ടു എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം എല്ലാവരും കേട്ട പോലെ തന്നെ അല്ല, ഞാൻ പ്രത്യേകിച്ച് പേഴ്സണലി കേട്ടതല്ല. പക്ഷെ നല്ല കാര്യം, അത് ഹൊറർ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയാ കൂടുതൽ എക്സൈറ്റഡ് ആണ്. അതെ അതെ. കാരണം നമ്മൾ എപ്പോഴും ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് കുറച്ച് മാറ്റം സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞാനത് ഹൊററാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ ദുരൂഹതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടുതലാണെന്നുള്ളതാണ്. അല്ലേ? അങ്ങനല്ലേ? ഹൊറർ ജോണർ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് ഒരുപാട് ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര കുറേ ബുക്സ് വായിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് നമുക്ക് എവിടെയും കിട്ടാത്തൊരു ബുക്കാണ് ബ്രാം സ്റ്റോക്കേഴ്സിന്റെ ഡ്രാക്യുല. അത് എവിടെ തപ്പിയാലും കിട്ടില്ല, അന്ന് ഓൺലൈൻ ഇല്ല, വായിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചെറുപ്പത്തിൽ 93 മണിച്ചിത്രത്താഴ് ഇറങ്ങിയത്. അപ്പം അന്ന് തിയേറ്ററിൽ പോയി കാണാനുള്ള അന്ന് ആരും കാണിക്കില്ല, കുട്ടികൾക്ക് പോയി ഹൊറർ കാണാൻ പാടില്ല. ഒരുപാട് ഫിലിംസ് 70s എക്സോസിസ്റ്റ് വന്നു, 80s ഈവിൾ ഡെഡ് വന്നു. അപ്പോൾ ഒരു കുറേ കാലം നമുക്കിത് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഇതന്നെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ത്രൂ ഔട്ട് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി കുറെ അങ്ങനെ. സോ ചൈൽഡ്ഹുഡ് ഒരുപാട് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഫിലിംസ് കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഥകൾ ആ ഒരു ജോണറിൽ എഴുതി. സോ അതൊക്കെ എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഫിലിം ആക്കണം എന്ന്. അതാണ് ഇപ്പോൾ നെക്സ്റ്റ് ഫിലിംസ് ഒക്കെ ഹൊറേഴ്സ് ആ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണ് എന്നുള്ള ഡയലോഗ് ശരിക്കും നമ്മൾ പറയേണ്ടത് ആടുജീവിതത്തിനാണ്. അപ്പോൾ സാർ, ഓസ്കാർ ക്യാമ്പയിനെ പറ്റി എല്ലാവർക്കും ചോദ്യങ്ങളുണ്ട്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഓസ്കാർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ? എന്താണ് പ്ലാൻ? നമ്മൾ അതിൻ്റെ ഒരു കുറേയധികം ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അത് എന്താ പറയുക, നമ്മളെ ഒരു ചെറിയൊരു റീജിയണൽ ലാംഗ്വേജിൽ നിന്ന് അതിനു വേണ്ടിയുള്ളൊരു ശ്രമിക്കാനായിട്ട് ചിന്തിക്കുന്നത് തന്നെ ഭയങ്കരമായ വലിയൊരു അപകടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ഉള്ള ആൾക്കാരും തന്നെ ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
നമുക്ക് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കാര്യങ്ങളെന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഒരു വലിയൊരു ഒരു പ്രോസസ്സാണ് അതിൻ്റെ പിന്നിലുള്ളത്. വെരി എക്സ്പെൻസീവ് ഓൾസോ. വെരി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ LA ചെന്നിട്ട് ആദ്യത്തെ എൻ്റെ ഒരു ഫസ്റ്റ് ഷോ നടത്തുന്നത് ഒരു റോസ് ഹൗസിലാണ്. അവിടെ ഒരു 10-40 പേരാണ് വരുന്നത്. അതിലെല്ലാവരും മെമ്പേഴ്സല്ല, 3-4 പേര് 5 പേരൊക്കെയാണ് മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് റഹ്മാൻ ഉണ്ടായിരുന്നു ഷോയ്ക്ക്. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങൾ ഇത് അങ്ങനെ ആ ഒരു ഷോയ്ക്ക് മാത്രം ഷോയുടെ കോസ്റ്റ് മാത്രം $40,000. അതെല്ലാം കൂടെ ഒരു ഷോ കഴിയുമ്പോഴത്തെ ഒരു 40-45 ലക്ഷം രൂപയാണ് ഇവിടുത്തെ നമുക്ക് വരുന്നത്. അപ്പം അതൊന്നും നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല, ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു LA-ലും ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലും ലണ്ടനിലും ഒക്കെ കുറേ അധികം ഷോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. അത് തന്നെയല്ല, നമ്മളത് ചെയ്യുന്നതിൻ്റെ ഒരു കൃത്യമായി നമുക്ക് അക്കാഡമി മെമ്പേഴ്സിനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയും പേര് കണ്ടു എന്നായിരിക്കാം. അത് നമ്മൾ ഈ 40 പേര് 4 പേരോ ഉള്ളതെന്നുണ്ടെങ്കിൽ 4 പേർക്ക് വേണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്നൈയിൽ 3 പേർക്ക് വേണ്ടി ഒരു ഷോ കാണിച്ചു, പക്ഷെ 3 പേര് മെമ്പേഴ്സാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ ഒക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു നാട് കൂടിയാണ് കേരളം. എങ്കിൽ പോലും കേരളത്തിൽ നിന്നിപ്പം ആകെ എൻ്റെ അറിവിൽ 2 പേർക്കേ ഉള്ളൂ അക്കാഡമി മെമ്പേഴ്സ്. അതിൽ ഒരു VFX ചെയ്യുന്ന സ്ഥലത്തും റസൂലും, ഇവർ 2 പേരും കേരളത്തിലല്ല അവർ സ്റ്റേഷൻ എന്നുള്ളതും ഇതാണ്. അപ്പം അങ്ങനെ എത്രയോ വലിയ ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും ഒക്കെ നമുക്കുണ്ടായിട്ട് പോലും നമുക്ക് പോലും ആ രീതിയിൽ എത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് HMMA അവാർഡ് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ മ്യൂസിക്കിൻ്റെ സെക്ഷനിൽ നമുക്ക് നോമിനേഷൻ കിട്ടിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ നമ്മളുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം വലിയ സ്റ്റുഡിയോസാണ് ഇത് ചെയ്യുന്നത് കൂടുതലും. വലിയ സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷൻസിന് അവർക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് ടൈമുകളാണ്. ഈ സമയത്തൊന്നും നമുക്കൊരു തിയേറ്റർ കിട്ടത്തില്ല, കാരണം അത്രയധികം റേറ്റിൽ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കാട്ടും എത്രയോ ഇരട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ബിഗ് ബസ് മലയാള പടത്തിന്റെ ബജറ്റ് ആവും. ഫുൾ ഓസ്കാർ ക്യാമ്പയിൻ എനിക്ക് കേട്ടറിവേ ഉള്ളൂ. അത് ഈ കുറെയൊക്കെ വൈൻ ആൻഡ് ഡൈൻ അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാണ്. ഭയങ്കര പ്രോസസ്സാണ്. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയുമായിട്ടുള്ള ഒരു ഇത് അസോസിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ശ്രമിക്കാൻ പറ്റും. സുഷിൻ സീൻ മാറ്റും എന്ന് പറഞ്ഞ നമ്മുടെ ഇന്റർവ്യൂലാണ് ഇവിടെ വന്നത്. അന്ന് ടെൻഷൻ ആയിരുന്നു, പക്ഷെ സുഷിൻ അത് പറഞ്ഞതോടുകൂടി വേറെ ലെവലിലേക്ക് പടം പ്രതീക്ഷ ആൾക്കാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സുഷിനെ കൊണ്ട് അടുത്ത പടത്തിൽ എന്തെങ്കിലും 2 വാക്ക് പറയിപ്പിക്കാന്ന് പക്ഷെ ഹിന്ദിയിൽ പറയിപ്പിക്കേണ്ടി വരും. അപ്പൊ ഹിന്ദി പരിപാടികൾ എന്താണ്? പരിപാടി അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ബാക്കിയൊന്നും ഡേറ്റ്സും ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ. ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. എല്ലാം മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഒരു ഗാങ്സ്റ്റർ ഡ്രാമ പോലത്തെ ഒരു പരിപാടിയാണ്. ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഫാൻറ്റമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഇപ്പൊ ആയിട്ടുള്ളൂ. ചിദംബരം തന്നെയാണ് എഴുതുന്നത്. ഞാൻ തന്നെയാണ് എഴുതുന്നത്. ബട്ട് ഐ ഹാവ് എ ഡയലോഗ് റൈറ്റർ ഇൻ ഹിന്ദി. ഒരുപാട് ആലോചിച്ചിട്ടാണ് അടുത്ത പടം, 3ാമത്തെ പടം മഞ്ഞുമൽ ബോയ്സിന് ശേഷം എടുത്തതെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പടം എടുക്കാന്നുള്ള നേരത്തെ പറഞ്ഞ അങ്ങനെ ഭാരങ്ങള് വെച്ച്, കാരണം അത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ ഞാനിപ്പോ ഹിന്ദി ചെയ്യുന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ബി സെക്കൻഡ് ഹാഫ് ഓഫ് നെക്സ്റ്റ് ഇയർ. അപ്പം അതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഐ വിൽ ബി ഡൂയിങ് എ സ്മോൾ മലയാളം ഫിലിം ഓൾസോ. സോ പടത്തിന്റെ ആ സ്കെയിലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിൽ ബി ലോക്ക്ഡ് ഇൻ വൺ പെഡസ്റ്റൽ. അപ്പം എല്ലാ രീതിയിലുള്ള സിനിമേന്റെ വലിപ്പം അതിന്റെ ഇമോഷനിലാണ്. അപ്പം അങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. കിഷ്കിന്താണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ആസിഫ് അലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ ആസിഫ് അലി കണ്ടപ്പോൾ പടം കണ്ടോന്ന് ചോദിച്ചു. അന്ന് ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷെ അന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആസിഫ് അലി.
വേർഡ് ഓഫ് മൗത്ത് ആണ് പടം ഇങ്ങനെ കയറി കയറി സ്ലോ പേസ് ആയിരുന്നു. അപ്പം റിവ്യൂ നമ്മൾ ആക്ച്വലി വറീഡ് ആവേണ്ട കാര്യമുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ? അല്ല, ഇത് തന്നെ, ഇത് റിവ്യൂ ഒബ്വിയസ്ലി അത് പലതരത്തിലുള്ള റിവ്യൂസാണ് വരിക. ഞാനും ബാഹുലെല്ലാം അത് നോക്കാതിരിക്കലാണ് ഫസ്റ്റ് ഓഫ് ഓൾ. എന്താ പറയുക, അത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ആവും, നമ്മൾ ടെൻഷനാവും. എനിക്കൊന്ന് റിവ്യൂസ് നല്ലതാണ്, ചില പോസിറ്റീവ് റിവ്യൂസ്, കൺസ്ട്രക്റ്റീവ് റിവ്യൂസ് എല്ലാം നല്ലതാണ്. അതെടുക്കുക, നല്ല പോസിറ്റീവ് സെൻസിൽ എടുക്കുക. ചിലതെല്ലാം ഓക്കെ, ആ സമയത്ത് തന്നെ നമ്മൾ മൈൻഡിൽ നിന്ന് കട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഈ നെഗറ്റീവ് റിവ്യൂസ് എപ്പോഴും നമ്മളെ മൈൻഡിൽ അവിടെ ബാധിക്കും. അപ്പോൾ അങ്ങനെ റിവ്യൂസ് കൂടുതൽ പെട്ടെന്ന് കണ്ടാൽ ഒന്ന് ജസ്റ്റ് വായിക്കുക, മതി മോനെ, സ്റ്റോപ്പ് ഇറ്റ്. അതിനുശേഷം അങ്ങനെ കൂടുതൽ റിവ്യൂസ് അങ്ങനെ നോക്കാറില്ല. ആസിഫ് അലിയുടെ ഇത്ര എക്സൈറ്റ്മെന്റിന് കാരണം അതിൽ ചെയ്തേക്കുന്ന അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അയ്യോ, 100%. എനിക്ക് ഇപ്പോഴും ഓർമ്മ, നമ്മൾ ട്രിവാൻഡ്രത്തിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആസിഫും ഞങ്ങളിൽ ഒരു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇമോഷണലി മൂപ്പര് ബ്രേക്കായി. ലൈക്ക് എന്താ പറഞ്ഞാൽ, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും ക്ലെയിംഡ് ആയിട്ട് ലൈക്ക് അത്രയും ആൾക്കാർ പ്രേസ് ചെയ്യുന്നു. മൂപ്പർക്ക് ഭയങ്കര എന്താ പറയുക, പല പടങ്ങളിലും മൂപ്പര് നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര ഇമോഷണലി, ഞങ്ങളെല്ലാവരും, ഞാൻ, ബാഹുല്, ആസി ഉണ്ടായിരുന്നു, അപർണ ഉണ്ടായിരുന്നു. അപ്പം അതൊരു വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു ഞങ്ങൾക്ക്. എന്താ പറഞ്ഞാൽ, അത് ഭയങ്കര നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകാനുള്ളയും ഒരു ഊർജ്ജമായിരുന്നു ആക്ച്വലി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ പരിപാടികൾ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നത്, ആസി ഇങ്ങനെ അഭിനയിക്കാൻ, ഇങ്ങനെ മാറാൻ? ഒബ്വിയസ്ലി ആ ക്യാരക്ടർ ആ രീതിയിലൊക്കെ ക്യാരക്ടറാണ്. പിന്നെ കുറേ ലേയേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആസിഫ് ഭയങ്കര മെച്ചോർഡായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന, അത് മൂപ്പര് അത്രയും നല്ലൊരു ആക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. ഈസിയായി പറയും, നമുക്ക് ഈസി ആയിരുന്നു ആക്ച്വലി. ആസിനെ കൊണ്ട് അത്ര കൂടുതൽ എനിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചില കാര്യത്തിൽ മാത്രം ചില ഇമോഷൻസിൻ്റെ മീറ്റേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മൂപ്പരൻ്റെ കോൺട്രിബ്യൂഷനാണ്. മേക്കേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് രാവിലെ എപ്പോഴും പറയാറുണ്ട്. 2025 മലയാള സിനിമ എങ്ങനെ ഇവോൾവ് ആവും എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? അത് കുറച്ച് ടഫായി പോയില്ലേ? പറയുന്നത് കാരണം മോസ്റ്റ് കളക്റ്റഡ് എവർ മലയാള സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 എണ്ണം ഈ റൂമിലിരിക്കുന്നവരുടെ പടങ്ങളാണ്. ബ്ലസ് സാറിന്റെ, ചിദംബരത്തിന്റെ. ഡിപ്പെൻസ് ഓൺ കോൺസെപ്റ്റ്. ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ നെക്സ്റ്റ് ഇയർ. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഹൊറർ എക്സൈറ്റിംഗ് ആണ്, ഇപ്പൊ സർവൈവൽ ത്രില്ലർ എക്സൈറ്റിംഗ് ആണ്. ബട്ട് നമ്മൾ അതുമാതിരി ഒരു ഫോമില് അതേ പാറ്റേണിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ക്യാൻ വർക്ക്, cannot work. So it's very unpredictable. So unpredictable എന്ന് പറയാം. Unpredictable because ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അഗെയിൻ സ്റ്റാർട്ടിങ്, ഇപ്പൊ ഞാൻ പ്രമേയം എടുത്തു, അതുകൊണ്ട് നെക്സ്റ്റ് പടം സക്സസ്ഫുൾ ആവണമെന്ന് വി നെവർ നോ, ഒന്നും അറിയില്ല. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഒന്നിന്ന് തുടങ്ങണം. സാർ യുനോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എല്ലാം സാർ മുമ്പേ പറഞ്ഞ മാതിരി ഇറ്റ്സ് എവറി ഫിലിം ഇസ് എ ബേബി. സോ അതിന് ആ രീതിയിൽ തന്നെ മൗണ്ട് ചെയ്ത് യു പുട്ട് ഇൻ ഫുൾ എഫേർട്ട് ആൻഡ് ദെൻ ഇറ്റ്സ് വെരി അൺപ്രെഡിക്റ്റബിൾ. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു സിനിമയെ സമീപിക്കുമ്പോൾ എനിക്ക് നമ്മൾ കാണാത്തൊരു സിനിമ ആയിരിക്കണം എന്നുള്ള അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ബോധ്യം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അല്ല നമ്മൾക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഇതാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പരിപാടി നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു പ്രാക്ടീസ് ഇതിനു മുമ്പ് കാണാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കണം, നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കണം. അല്ലാതെ വേറെന്തെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, അല്ലാതെ ഭയങ്കര ഹിറ്റാകും, അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമേൻ്റെ ഹിറ്റാണ് അതുകൊണ്ട് അങ്ങനെയാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. എന്നുവെച്ചാൽ എനിക്കൊന്ന് ഇവരുടെയൊക്കെ രണ്ടാമത്തെ സിനിമയുമായിട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് കൂടെ എനിക്കത് പറയാനൊരു ഉത്തരവാദിത്വം കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ കാഴ്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇനി അടുത്ത സിനിമ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേൾക്കുമ്പം. അപ്പം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം അതിനു മുമ്പേ, കാഴ്ചയ്ക്ക് മുമ്പേ തന്മാത്ര എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പം എനിക്കുണ്ടായൊരു ഗുണമെന്ന് പറഞ്ഞാൽ കാഴ്ച എഴുതാൻ പറ്റിയത് കൊണ്ട് എനിക്ക് തന്മാത്ര എഴുതാം.
അല്ലെങ്കിൽ തന്മാത്ര ആരെ കൊണ്ട് എഴുതിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന അതിനാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നത്. പറഞ്ഞാലോട്ട് ഇവരൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ ഈ സിനിമയ്ക്ക് മുമ്പ് നമ്മൾ ഇവരെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മരുന്ന് ബാക്കി ഉണ്ടാകുമെന്നുള്ള 2025 മരുന്ന് ബാക്കി വെച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്നുവെച്ചാൽ കാരണം ഈ ബാക്കി ഞാൻ പറയുമ്പോൾ 3 സിനിമകളും വളരെ നമ്മൾക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത്തരം സിനിമകൾ. അല്ലെങ്കിൽ ആ സിനിമ പോകുമ്പോഴോ തുടങ്ങുമ്പോഴോ എവിടെ എത്തുന്നു എന്നൊക്കെ പറയുന്ന സംഭവം, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ബ്രില്യൻ്റായിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് 2024 എടുത്ത് കാണിക്കാൻ പറ്റിയാൽ ഇവരുണ്ടാകും, ഇനിയും പുതിയ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകൻ തിയേറ്ററിൽ നിന്ന് പോവും അല്ലേ. പുതിയ സിനിമകൾ വരുമ്പോഴാണല്ലോ തിയേറ്ററിൽ ആൾക്കാരുണ്ടാവുക. തിയേറ്ററിൽ സിനിമ കാണണം, ആഘോഷിക്കപ്പെടണം ഈ വർഷത്തെ പോലെ തന്നെ. രാഹുലിന് സിദ്ധാർത്ഥ് ഭരതന്റെ ഓപ്ഷൻ കിട്ടിയത് ദിന്നാദ് ആണ്, പാട്ടെഴുതിയ ദിന്നാദാണ്. അപ്പം ഫോട്ടോ അയച്ചു തരാണ് സിദ്ധാർത്ഥ് ഭരതന്റെ. അതുപോലെ സാറിന്റെ ഞാൻ കേട്ടിട്ടുണ്ട് ADസിനെല്ലാം ഓരോ സീൻ ബൈ സീൻ കാണാതെ അറിയാം. നമ്മുടെ ടീം എത്ര സ്ട്രോങ് ആവുന്നോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. നമ്മൾ ആസ് എ ഡയറക്ടർ നമ്മൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മുടെ ഡയറക്ഷൻ ടീമേ ഉണ്ടാവുള്ളൂ. സോ ഞങ്ങള് ഇപ്പൊ ബ്രഹ്മയുഗത്തിന് എല്ലാവരും ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. നമ്മളൊരു 6 monthsോളം അവരെ ഒരുമിച്ചിരുന്ന സ്റ്റോറി വീണ്ടും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട്, സോ ഈച്ച് സീൻ നമ്പർ വരെ അവർക്ക് ബൈ ഹാർട്ട് ആയിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ പിന്നെ ആ കാസ്റ്റിംഗിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന പല ഓപ്ഷൻസിലേക്കും ഒക്കെ നമ്മൾ, അങ്ങനെയാണ് സിദ്ധാർത്ഥിന് എനിക്ക്. അപ്പോൾ ബൈ ദ ടൈം അവർ സ്റ്റോറി ബൈ ഹാർട്ടാണ്, അപ്പോൾ അവർക്ക് അറിയാം ആര് പെർഫോം ചെയ്താൽ നന്നാവും എന്നറിയാം. അപ്പോൾ നമുക്ക് ഇൻപുട്സ് തരാൻ തുടങ്ങും. അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ തന്നെ അതൊക്കെ സോർട്ട് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ. ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട്. അത് ഷെയർ ചെയ്യാൻ അല്ലേ. നമ്മൾ ആ സമയങ്ങള് ഓൾറെഡി നമുക്ക് പല തലയിൽ പലതും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ടീമില് എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പടം തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ പല ഇന്റർവ്യൂവിലും പറയുന്നത് ആസി എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും അയാളുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ലേയേഴ്സ്, പല ചിന്തകളിലും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയൊരു മൈന്യൂട്ട് ഒരു എക്സ്പ്രഷൻ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചിലത് ആ സമയത്ത് നമുക്ക് പെട്ടെന്നത് ഒരു ഡയറക്ടർ നമ്മൾ ആ ഷോട്ടിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ചെറിയ മിസ്സായി പോയൊക്കെ കൂടെ നമ്മുടെ ADs പറയും, ചേട്ടാ ഇതിൽ കുറച്ചൊരു ഇങ്ങനെയല്ലേ വേണ്ടത്, ഇങ്ങനെ ഒരിക്കലും സംസാരിച്ചിരിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അത് അവർ അത്രയും ഇൻവോൾവ് ആണ് അതിൽ. ഈവൻ ഞങ്ങൾ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം തന്നെ എടുത്താൽ നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഒരു ആർട്ട് അസിസ്റ്റൻ്റ് എടുത്തിട്ട് അവിടെ ഒരു ബുക്ക് വെച്ചു, ലോസ്റ്റ് ചൈൽഡ് എന്നാണ് എന്തോ സംതിങ് ബുക്ക്. സോ അത് ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അയാളുടെ അത്ര ഇൻവോൾവ്. അപ്പോൾ ഞങ്ങൾ ഏതാ ബുക്ക് എന്ന് നോക്കുമ്പോൾ ഇത്. അപ്പോൾ വെരി ഗുഡ്. എന്താ പറഞ്ഞാൽ അയാൾ അത് ആ സ്ക്രിപ്റ്റിൽ അത്രയ്ക്കും അയാൾ ഇൻവോൾവ് ആണ്. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു പ്രോജക്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ചിലൊരു ടൈം കൊടുക്കണം ആക്ച്വലി. കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ ഷൂട്ട്, ആഫ്റ്റർ ഷൂട്ട്, പോസ്റ്റിലും അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ എഡിറ്റിലിരിക്കുമ്പോൾ നമ്മൾ ടോട്ടലി വേറൊരു സിനിമയാണ് കാണുക. നമ്മൾ കൺസീവ് ചെയ്യുന്ന ഒരു ഐഡിയ, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പടം, പോസ്റ്റ് വരുമ്പോഴേക്കും ഒരു 3 ഫേസ് ഓഫ് ഫിലിം കാണാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രഹ്മയുഗത്തിലൊരു പോയിന്റ് ഉണ്ട്, ഷാഡോ വെച്ച് മമ്മൂക്കയുടെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അവിടെ അർജുൻ്റെ സഡൻ ഒരു ചേഞ്ച് ഇൻ എനിക്ക് പോകണം എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ക്രാക്ക് ചെയ്യുന്നത് എന്താണ് ആ സഡൻ റിയാക്ഷൻ കിട്ടാൻ. അപ്പോഴാണ് വൺ ഓഫ് മൈ എഡിറ്റിംഗ് ദിവസം കാലൻ കോഴിയുടെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ വർക്ക് ആവുന്നത്. സോ അവര് അത്രയും ബൈഹാർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്, അങ്ങനെ ആ സൗണ്ട് പ്ലേസ് ആയത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീം മുഖ്യം. ടീമിനെ എങ്ങനെയാണ് because a director needs an army to execute his vision. പിന്നെ എല്ലാവരും ബേസിക്കലി ഇത് സെയിം പ്രോസസ്. എല്ലാവർക്കും ഫോർ എക്സാമ്പിൾ മഞ്ഞുമല്ല് നീ ആണെങ്കിൽ എന്ത് ചെയ്യും, നീ ഇറങ്ങില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ആ ഡയലോഗ് ഈസ് ഫ്രം അസോസിയേറ്റ് ഡയറക്ടർ ബിക്കോസ് ഹീ നോസ് ദ വാട്ട് ഫ്രം. അപ്പം അത്രയും ഇൻവോൾവ് ആണ് ദ ഹോൾ ടീം. അപ്പം സോ ദേ നോ അവരെങ്ങനെയായിരിക്കും ബെറ്റർ ദാൻ മീ അറ്റ് ടൈംസ്. അപ്പം യു നീഡ് യുവർ ടീം ആൻഡ് യു ഷുഡ് കീപ്
keep your team happy also, which is also very important. ടീമിനെ എങ്ങനെ ഹാപ്പി ആയിട്ട് നിർത്തുക? Team, of course, they have to be paid properly. That is basic in film. അത് ഡയറക്ഷൻ സാറൊക്കെ 18 കൊല്ലം അസിസ്റ്റ് ചെയ്ത്, അപ്പൊ സാറിന് അറിയാം. അതല്ല കാശൊക്കെ ഇപ്പോഴാണ് അസിസ്റ്റന്റ്. ഞാൻ അസിസ്റ്റന്റ് ഭയങ്കര ഞാൻ ഒരു എനിക്കൊന്ന് ചിലപ്പോൾ മര്യാദ കാശ് കിട്ടാനായിരിക്കും ഞാൻ സിനിമാറ്റോഗ്രാഫിയിലേക്ക് മാറി തന്നെ. സിനിമാറ്റോഗ്രാഫിയിൽ ബാറ്റ് ബാറ്റേ ഇല്ല. അപ്പം സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അവര് സിനിമ പഠിക്കാൻ വേണ്ടി വരുന്നതെന്നുണ്ട് അവരെ ചൂഷണം ചെയ്യേണ്ട അല്ലാണ്ട് ദേ ആർ ടെക്നീഷ്യൻ ആൻഡ് ദേ ആർ വർക്കിംഗ് ഫോർ യു ആൻഡ് ദാറ്റ് ഈസ് വെരി ദ ഫസ്റ്റ് ഫോർമോസ്റ്റ് തിങ്. പിന്നെ അവരെ കേൾക്കുക, അവരുടെ അഭിപ്രായങ്ങൾ നോക്കുക, ദെൻ യു മേക്ക് ഷുവർ ദേ പ്രോഗ്രസ് ഓൾസോ. ദേ ഗോ ആൻഡ് മേക്ക് ദെയർ ഓൺ മൂവീസ് എന്നുള്ളത് യു ഹാവ് ടു മേക്ക് ഷുവർ. ദാറ്റ് ഈസ് ദ തിങ്. അതാണ് പണ്ട് AD അത്ര ഒരു പേയ്മെന്റ്സ് ഇല്ലായിരുന്നു ചിത പറയുന്നത്. ഇപ്പൊ പേയ്മെന്റ് ഒക്കെ ഓക്കെയാണ്. എനിക്ക് ഒരു നല്ല രീതിയിൽ തന്നെയാണ് പേയ്മെന്റ്. പണ്ടെന്ന് പറയുമ്പോൾ അത്രയോട്ടും പ്രൊഫഷണൽ അല്ല. നമുക്ക് എങ്ങനെങ്കിലും ഒരാളോട് ചെന്ന് പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. പേടിയാവാൻ ഇറങ്ങാം ശരിക്കും. ഒരു അല്ല അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയല്ല. യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് പെയ്ഡ് ഇഫ് യു നിങ്ങളെ വർക്ക് ആ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ. നിങ്ങളുടെ ജോലി ആ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ബി പെയ്ഡ്. എങ്ങനെ ടീം സെലക്ട് ചെയ്യുന്നത്? ടീം സെലക്ട് ചെയ്യുന്നത് ഐ വിൽ ഹാവ് എ മിക്സ് ഓഫ് ഒരു 2-3 പുതിയ ആൾക്കാർ തന്നെ. എന്റെ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. സാർ എങ്ങനെ സെലക്ട് ചെയ്യണം? എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആദ്യത്തെ സിനിമകളിൽ എന്ന് വെച്ചാൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ടീം എൻ്റെ കൂടെ ഒക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഈ സിനിമയിലാണെങ്കിൽ ഇപ്പം ചിദംബരം പോലും പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 10-12 ദിവസമേ ഉള്ളൂ. അപ്പം ഈ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള 1-2 ആൾക്കാരേ ഉള്ളൂ ഈ സിനിമയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേക്കപ്പ് മാനും കോസ്റ്റ്യൂം ഡിസൈനറും മാത്രമേ ഉള്ളൂ. ആ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യത്തെ ഷെഡ്യൂളിലെ ആളല്ല പിന്നെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ADs തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന ADs ഒന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു സമയം എടുക്കുന്നതുകൊണ്ട് പലരും അതിൻ്റെ അകത്ത് അങ്ങനെ ഇങ്ങനെയായിട്ട് മാറുമായിരുന്നു. പക്ഷെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം നമുക്ക് ഞാനൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകുമ്പം നേരത്തെ ഇവർ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ സ്റ്റോറി ബോർഡ് ഇവരെല്ലാവരും ചെയ്യാൻ ഇതായതുകൊണ്ട് ഞാനൊക്കെ എങ്ങനെ എൻ്റെ കൈ കടിച്ചു പറിച്ചിട്ടുണ്ട്. ഈ കൈക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യും. എനിക്കത് ഭ്രമരം സിനിമ തൊട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് ആ സമയത്തൊക്കെ ഞാൻ ഒരാളുടെ അടുത്ത് വരയ്ക്കുന്ന ഒരാളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജീപ്പൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 2 സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് ഇരുത്തി അതിൻ്റെ ഇന്ന ആംഗിളിനെ എന്നാൽ മാത്രമേ അവർക്കൊരു ആ രീതി പ്രാക്ടീസ്. ഇപ്പം ഇതിനൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഒരു അണ്ടർ വാട്ടറിലെ സീക്വൻസ് ഒക്കെ മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റോറി ബോർഡ് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് കാണിച്ചിട്ടാണ് ആ പാട്ടൊക്കെ മ്യൂസിക്. അപ്പം സ്റ്റോറി ബോർഡ് ചെയ്യുന്നതും ഈവന്തോ ഒരു 3 വീക്സ് ഞങ്ങൾ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരുന്നൊരു ക്യാമ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്നയാണ്. പക്ഷെ പല ഷെഡ്യൂളിനും ഒരു ഷെഡ്യൂളിന് മാത്രമല്ല എല്ലാ ഷെഡ്യൂളിനും ഇങ്ങനെ ഈവൻ ഭയങ്കര രസകരമായിട്ട് പറഞ്ഞാൽ വൾച്ചറിൻ്റെ ഈ അറ്റാക്ക് ഞങ്ങൾ മോക്ക് ചെയ്തു. കാരണം നമ്മൾ വൾച്ചറിന് പകരം ഓരോ ADs ഇങ്ങനെ വന്നിട്ട് ഇന്ന രീതിയിൽ അറ്റാക്കാണ് ഇന്ന രീതി ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ എങ്ങനെയാണെന്നുള്ള ആക്ഷൻ്റെ ഒരു കൊറിയോഗ്രാഫി എന്ന് പറയുന്നത്. അത് എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇങ്ങനെയാണ് എളിത് നോക്കുമ്പോൾ ഇന്നടത്തു നിന്നൊരു വൾച്ചർ അറ്റാക്ക് ചെയ്യും, അതിനെ തട്ടുമ്പോൾ ഇങ്ങനെ വരും അയാൾ ഇങ്ങനെയെന്ന് പറയുന്ന കാര്യം. അപ്പം അതൊക്കെ എല്ലാവർക്കും കൃത്യം മനസ്സിലാക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റും. ഇവർക്ക് പക്ഷെ മനസ്സിലുള്ളത് സ്വയം വരയ്ക്കാം. അതെ ഭയങ്കര ഗിഫ്റ്റാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും. അതന്നെ നമ്മളിപ്പോൾ ഞാൻ മുന്നേ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിന് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ കൂടുതൽ ബേർഡൻ അതിലേക്ക് എടുക്കേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് കിട്ടണം എന്നില്ല. അപ്പൊ ഭയങ്കര മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ. നമ്മൾ പറഞ്ഞ കൂടെ നമുക്ക് പിന്നെ ലാസ്റ്റ് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ തന്നെ സിനിമയിൽ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന സ്കില്ല് മാത്രം പോരാ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫ്രെയിമിങ്, കുറച്ച് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, ഒരു ലെൻസ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ വരുമ്പോഴേ ഒരു ഡയറക്ടറിന്റെ വിഷൻ നമുക്ക് കുറച്ചായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സജഷൻ വരയ്ക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ സജഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിൽ എത്രത്തോളം റൈറ്റിലെ ബോഡി അതിന്റെ ഒരു റേഷ്യോയിൽ എങ്ങനെ വരണം, അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഒരു ഗുഡ് സ്റ്റോറി. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ട് നമ്മളെ വിഷനായിട്ട് അലൈൻ ചെയ്ത് വരാനൊക്കെ ഇറ്റ്സ് പ്രിറ്റി ടഫ്.
അതുകൊണ്ട് വരയ്ക്കാൻ ഉള്ളത് ഭയങ്കര ഹാൻഡിക്കാപ്പാണ്. വരയ്ക്കാൻ ഹിന്ദിയിൽ സുഷിൻ മ്യൂസിക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായും Yeah. അത് എന്റെ പടത്തിന് മുമ്പേ അവൻ വേറെ പടം ചെയ്യുമെന്ന് സംശയമുണ്ട്. അല്ല, ചിതുവിന്റെ പടം കൊടുക്കുവോ, സംസാരിക്കുന്നുണ്ട്? ഉണ്ട്, ചാൻസ് ഉണ്ട്. അപ്പം അതിനേക്കാൾ മുമ്പേ അവൻ ഹിന്ദി പടം ചെയ്യുന്ന സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം കിഷ്കിന്ധാണ്ടത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീകർ പ്രസാദ് സാറായിട്ട് സംസാരിച്ചപ്പം ഇന്റർവ്യൂവിൽ റീസെന്റ് ബെസ്റ്റ് എഡിറ്റഡ് പടം സാർ കണ്ടേക്കുന്നത് ഏതാന്ന് വെച്ചപ്പം കിഷ്കിന്ധാണ്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം എഡിറ്റിംഗ് ടേബിളിൽ പടം മാറി മറിഞ്ഞായിരുന്നോ? ആക്ച്വലി സ്ക്രിപ്റ്റ് വൈസ് ഇറ്റ് സെൽഫ് നമ്മുടെ സൂരജ് എഡിറ്റർ നമ്മൾ കുറേയൊക്കെ എഡിറ്റഡ് വേർഷൻ തന്നെയായിരുന്നു. സ്ക്രിപ്റ്റ് ഇറ്റ് സെൽഫ് മൂപ്പരിനായിരുന്നു. നമ്മൾ കുറേ സീൻസ് വൈസ് നമുക്ക് ഷഫിളും ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെറിയ രീതിയിൽ മാറി, സെക്കൻഡ് ഹാഫിൽ കുറച്ച് മാറിയിട്ടുണ്ട് ആക്ച്വലി, കുറച്ച് ഏരിയാസ് ആക്ച്വലി. പക്ഷേ മെയിൻലി സ്ക്രിപ്റ്റ് പ്രീ പ്രൊഡക്ഷൻ ലെവലിൽ തന്നെ ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റർ ഒപ്പം തന്നെ ഇരുന്നിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസായി. എന്ന് പറഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത സീൻസ് എല്ലാം നോർമലി എന്താ ചെയ്യുക പറഞ്ഞാൽ കുറേ എക്സ്ട്രാ സീൻസ് എല്ലാം ഉണ്ടാവും. അത് അങ്ങനത്തെ സീൻസ് ഒന്നും നമ്മൾ അന്നേ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് 2 hours എന്നുള്ള ഒരു ടൈം കിട്ടിയെന്ന് പറയാം. എഡിറ്റിംഗ് ടേബിളിൽ പടം മാറുമോ? ഡെഫിനറ്റ്ലി അത് മാറണം തന്നെയാണ് ആക്ച്വലി. നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ടോട്ടൽ ജഡ്ജ്മെന്റ് ഇല്ലാണ്ടാവും. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് കുറേ മാസങ്ങളോടാണ്. സോ ഒരു എഡിറ്ററുടെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ അതിന്റെ അർത്ഥം എല്ലാ സീനും എടുത്ത് കളയണമെന്നല്ല. മേ ബി ഷഫിൾ തിങ്സ് അറൗണ്ട്, അത് തന്നെ ഒരു ബിഗ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും. സോ അത് ചില പ്ലേസ്മെന്റ് ഓഫ് സൗണ്ട്സും ചില എഡിറ്റ് പാറ്റേൺസും കട്ട്സ് ഒക്കെ തന്നെ ഹ്യൂജ് ഡിഫറൻസസ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി അതൊരു എന്തായാലും സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് മാറും. അത് അങ്ങനെയാണ് ഇവോൾവ് ആവുക. സാറിന് സംശയങ്ങളുണ്ടായിരുന്നോ ചില സീനുകൾ ഒഴിവാക്കണോ വേണ്ടേ എന്നുള്ള? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു പുസ്തകമാണല്ലോ, അവിടെ 43 അധ്യായം കണ്ടുള്ള ഒരു ഇതാണെന്ന് വെച്ചാൽ, അപ്പം ഇതിനെ എങ്ങനെ എഴുതുമ്പം തന്നെ ഇത് ഒരു എഡിറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഇത് നമ്മളൊരു റിസർച്ച് സ്റ്റുഡൻറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഇതെടുത്ത് പുസ്തകം എടുത്ത് വരച്ച് ഇതിൽ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കണം, ഏതൊക്കെ ഒഴിവാക്കണം, അങ്ങനെ തന്നെ അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് വരിക. പിന്നീട് ഈ കുറേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നന്നാകുന്നു എന്ന് പറയുന്ന പോലെ ഇത്രയും സമയം എടുക്കുമ്പോണ്ടല്ലോ, ഇതെല്ലാം വേറെ പരിപാടിക്കൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ഇത് നോക്കുമ്പോൾ ഇത് വലിയൊരു ആദ്യത്തെ ഷെഡ്യൂൾ കഴിയുമ്പം തന്നെ അത് എഡിറ്റ് ചെയ്യുമ്പം ഇത്രയായി. അതിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് സിനിമ ഇനിയും കിടക്കുക ഷൂട്ട് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഷെഡ്യൂളിലുള്ള പല സീക്വൻസുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും വേറെ രീതിയിൽ എഴുതാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ 2 ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ വന്ന് ചെന്ന് സെറ്റിലായതിന് ശേഷമൊക്കെയുള്ള ഈ ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ചില ഫ്ലാഷ് കട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ സാധാരണ സ്ക്രിപ്റ്റ് പോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു ഹാപ്പി ആകുന്നില്ല. അപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരു വർക്കാകുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഈ നമുക്ക് എപ്പോഴും ഒരാളുടെ ഇമോഷൻ മനസ്സിലാകണമെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണെന്നും അവർ തമ്മിലൊക്കെ ഉള്ള റിലേഷൻ എന്താണെന്നും ഒക്കെ പിന്നീട് അത് മൊത്തം വീണ്ടും ഷൂട്ട് ചെയ്ത സാധനങ്ങളിൽ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് മാറ്റി വർക്ക് ചെയ്ത് നോക്കി. എവിടെ കുറച്ച് വെച്ചാൽ, കാരണം ആദ്യം എഴുതുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ഫ്ലാഷുകൾ വരുമ്പം ചിലപ്പോൾ അതൊരു സോ ഇല്ലാതെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കും, കുറച്ച് സീക്വൻസ് കൂടെ കഴിഞ്ഞിട്ടിടുകയാണ്. പക്ഷേ അതിനെ കുറേ കുഴപ്പമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മളതിനെ മാറ്റിയെടുത്ത് ഞാൻ ഇങ്ങനെ എഡിറ്ററിനെ വിളിച്ച് പറഞ്ഞ് ഇന്ന രീതിയിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അയച്ചു തരുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടെ ഒരു ക്ലീൻ ആയിട്ട്. അപ്പം ഒരു വർക്കിന്റെ മേലെ എത്രത്തോളം നമുക്ക് ഇരിക്കാൻ സമയം കിട്ടുന്നോ അത്ര ഗുണമായി. ഫിക്ഷനെ സ്ക്രീനിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതിനെ കുറിച്ച് വലിയൊരു ശരിക്കും പറഞ്ഞ ഒരു തീസിസ് എഴുതേണ്ട കാര്യമുണ്ട്. കാരണം ആടുജീവിതത്തിലെ എല്ലാ സോളിലോക്കിയിലാണല്ലോ അയാളിങ്ങനെ സ്വയം ഇരുന്ന് ചിന്തിക്കുക ഇതെങ്ങനെയാ നമ്മൾ അതല്ലാത്ത രീതി എന്ന് വെച്ചാൽ ആകെ 1-2 സീക്വൻസ് മാത്രമേ അയാൾ സ്വയം പറയുന്നുള്ളൂ. കാരണം ഭയങ്കര ബോറല്ലേ ഇപ്പം ഒരാൾ തനിച്ചിരുന്ന് വർത്താനം പറയുക എന്നൊക്കെ പറഞ്ഞു. ഈവൻ ദോ ആടുകളുമായിട്ട് വർത്താനം പറയുമ്പം രസമാണ്, മോഹൻലാലിനും ചങ്കരാടിയെന്നും ഒക്കെ വിളിച്ച് MS എന്നൊക്കെ വിളിച്ച് പറയുന്നതിനെ കുറിച്ച്. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ അത് ഭയങ്കര ഒരു കൂക്കലുണ്ടാകുന്ന ഒരവസ്ഥയല്ലേ. അപ്പൊ അത് ഭയങ്കര ട്രിക്കി പാർട്ടാണ്. ബുക്ക് ലെവലിലെ എഡിറ്റിംഗ് പ്രോസസ്സ് തുടങ്ങുക മൈൻഡ് ആ സമയത്ത് തന്നെ എഡിറ്റേഴ്സ് മൈൻഡിലേക്ക് മാറി. പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം, ആ ക്യാരക്ടർ ആർക്ക് എങ്ങനെ
പിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഫ്രം ദ ബുക്ക് അഡാപ്റ്റേഷൻ വരുമ്പോൾ. അല്ല അതിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നജീബിനെ ബെന്യാമിൻ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അയാളിൽ കുറച്ചും കൂടെ ഇമോഷൻസും കുറച്ചും കൂടെ ഹോപ്പ് ഇങ്ങനെ കുറച്ചുകൂടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില സീക്വൻസുകൾ നമ്മൾ ഒഴിവാക്കിയത്. കാരണം അയാൾക്ക് കാരണം അത് കുറച്ച് സിനിമാറ്റിക് ആയിരിക്കാം, പക്ഷെങ്കിൽ അയാളുടെ നാടെന്ന് പറയുന്നത് ഞാൻ കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പ്രതീക്ഷകളില്ലാത്ത പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അത് ആ രീതിയിൽ ആണ് അങ്ങനെ. അപ്പം എപ്പോഴും ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ആശയം മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാവൂ. അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ആടുകളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആടുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആശയം നമുക്ക് കൊണ്ടുവരണം. പക്ഷെ അത് അവരുമായിട്ട് വായിക്കുമ്പം ചിലപ്പോൾ നമ്മൾ പല മാനസികാവസ്ഥയിൽ പലയിടത്തിരുന്നിട്ടായിരിക്കും വായിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ബോറടിക്കത്തില്ല. ബോറടിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയി കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ സിനിമാ തിയേറ്ററിൽ അതല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഏത് രീതി മാറ്റാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞാട്ടുംകുട്ടി പോയി ബാക്കി ആടുകളെല്ലാം തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് അതിനൊക്കെ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ. കൊടുമൻ പോറ്റി മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഒരു ഇമാജിനറി സ്റ്റേറ്റ്മെന്റ് ആണ്. രാഹുൽ എന്താ പറയുന്നത്? അല്ലെങ്കിൽ ഫിലിം ഇല്ല. വേറെ ഓപ്ഷൻ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. കുറെ കാലമായിട്ട് മമ്മൂക്ക തന്നെയായിരുന്നു. എനിക്കത് മമ്മൂക്ക ഡേറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് സോ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ ആ പ്രൊജക്റ്റ് ആവണം. സോ എഴുതിയപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. എനിക്ക് എഴുതുമ്പോൾ തന്നെ എനിക്ക് സ്കെച്ച് ഉണ്ടായിരുന്നു മമ്മൂക്ക. ഞാൻ ഫസ്റ്റ് മമ്മൂക്ക അടുത്ത് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഒരു സ്കെച്ചാണ്. വേറെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് വരച്ചു തന്ന ഒരു സ്കെച്ചാണ്. എന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചു ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ, അങ്ങനെയാണ് അത്. മമ്മൂക്ക എക്സൈറ്റ് ചെയ്തത് എന്തായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ? ക്യാരക്ടർ ഇന്നവരെ പുള്ളിയാണ് ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നത് നമുക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ്, പിന്നെ പീരിയഡ് സെറ്റിംഗ്, പിന്നെ 3 പേരേ ഉള്ളൂ. അപ്പോ പിന്നെ ഫിക്ഷൻ ആണല്ലോ. ഫുള്ള് പറയേണ്ടി വന്നു? ഫസ്റ്റ് തോട്ടിൽ തന്നെ എക്സൈറ്റഡ് ആയ? ഫസ്റ്റ് അല്ല, കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു. അപ്പൊ എനിക്ക് ക്വിക്കായിട്ട് എനിക്ക് പറയാനാണ് ഇഷ്ടം. നമ്മള് ആദ്യത്തെ ഞാൻ ആദ്യം കഥ ബൗൺസ് ചെയ്യുമ്പോഴും ഇഫ് ഐ ക്യാൻ ബൗൺസ് ഇറ്റ് ഇൻ 10-15 minutes അതിലൊരു സിനിമയുണ്ട്. ഐ കാൺട്ട് നറേറ്റ് ഇറ്റ് ഫോർ 1.5 മണിക്കൂർ എന്നിട്ട് നറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ബൗൺസ് ചെയ്ത് നമുക്ക് എക്സൈറ്റഡ് ആയി അങ്ങനെ തന്നെ എന്നാ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. ബ്ലസ് സാർ 16 വർഷത്തെ ആടുജീവിതത്തിന്റെ ജേർണി സാറിന്റെയും കൂടി ജേർണിയാണ് 16 വർഷത്തെ. അപ്പൊ ഈ 16 വർഷത്തെ ആടുജീവിതത്തിനോടൊപ്പം ഉള്ള ബ്ലസ് സാറിന്റെ ജീവിതം അതൊരു സിനിമ ആക്കുകയാണെങ്കിൽ അതിലാരായിരിക്കും നായകൻ? തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കും. നമുക്കൊരാളെ വെച്ച് അഭിനയിപ്പിക്കണം. നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈ കഴിഞ്ഞ 16 വർഷത്തിൽ 11 വർഷം ഞാൻ സിനിമയില്ലാതെ ഈ സിനിമ തന്നെ വെച്ചാൽ അതിനു മുമ്പ് ഉള്ള 2 സിനിമകളും ഉണ്ടല്ലോ. പക്ഷേ ലാസ്റ്റ് സിനിമയ്ക്ക് ശേഷം 11 വർഷങ്ങൾക്ക് ശേഷമാണ് ആടുജീവിതം റിലീസ് ചെയ്യുന്നതെന്ന് പറയുമ്പം തീർത്തും 11 വർഷം വേറെ സിനിമയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒക്കെ, പിന്നെ അത് തന്നെ ഇത് എങ്ങനെ സിനിമയാക്കും നമ്മൾ പെട്ടുപോയില്ലേ. അപ്പം ഇത് രക്ഷപ്പെട്ട് കയറുക എന്നുള്ളതിൻ്റെ ഒരു ശ്രമം ഉണ്ടല്ലോ, കുളിച്ച് കയറുക എന്ന് പറയുന്ന ഒരു ശ്രമം. അപ്പം അത് ഒരുപാട് നമ്മൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ 11 വർഷവും ഒന്നും കണക്ക് കൂട്ടിയില്ല. ഇത് തീർക്കുക, എങ്ങനെയും തീർക്കാൻ കഴിയണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സിനിമ ഇല്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഈ വർഷങ്ങൾ ഓർക്കുന്നത്. ഇത്രയും നമ്മുടെ രൂപത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. എൻ്റെ രൂപത്തിൽ വരെ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അന്ന് ഇല്ല അത്ര ഗ്രേ ഒന്നുമില്ല. അപ്പൊ ആ മാറ്റങ്ങൾ പോലും നമുക്കുണ്ടാകുന്നു. ഒരാളുടെ ഒരു ഏറ്റവും നല്ല ഒരു സമയം ആണ് ഒരു 10 വർഷം 11 വർഷക്കാലം പോകുക എന്ന് അങ്ങനെ ഞാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വലിയ പ്രായമായതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഈ സാറിന്റെ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് പക്ഷേ അല്ലേ കഴിഞ്ഞ 16 വർഷത്തെ ജീവിതം?
ആ അതെ, ആ ഫിലിം മേക്കേഴ്സിന്റെ ലൈഫ് അങ്ങനെ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവരുടെയും കഥയിൽ കാണും എന്തെങ്കിലും. ഡിഫറെന്റ് ഇപ്പൊ നമ്മളൊക്കെ ഒരു ഫിലിം, ഇപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാൻ എൻ്റെ ഒരു ബയോഗ്രാഫി പോലെ എനിക്കൊരു സിനിമയായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് പലപ്പോഴും ഉണ്ട്. പല കാര്യങ്ങളും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഇപ്പോഴും പല ആൾക്കാരും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചില ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് മാറുന്നു എന്ന് തോന്നുന്നു. അപ്പം നമുക്കറിയാം, അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മറക്കുമ്പോൾ എപ്പോഴാണ് നമ്മളെ പെട്ടെന്ന് ഇനി രമേശൻ നായരുടെ അസുഖം നമുക്കും വന്നോ. അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഫിലിം മേക്കർക്ക് മെമ്മറി പോയി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു തന്മാത്ര പോലെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലിം മേക്കർക്ക് അങ്ങനെ ഒരു കഥയില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്കിങ്ങനെ ഇവൻ ഭ്രമരത്തിലെ ശിവൻകുട്ടിയുടെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ശിവൻകുട്ടി ഇപ്പോഴും എന്നെ ഇങ്ങനെ അസ്വസ്ഥമാക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ഈ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമ്മളും കൂടെ ആകുന്ന ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴെന്നൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ ഫിക്ഷൻ ആഡ് ചെയ്യുമ്പോൾ റൈറ്റിംഗ് സ്റ്റേജിൽ വേണോ വേണ്ടെന്ന് സംശയം തോന്നിയ പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? ചന്തു വന്ന് ലൂസ് അടിക്കണമെന്ന് പറയുന്ന സാധനം അത് എല്ലാവരും പ്രശ്നമായി. പിന്നെ ഇവൻ ഇത്ര സമയം അവിടെ എന്നിട്ട് നമ്മൾ ഇവന് വന്ന് ലൂസ് അടിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ലെന്നവരെല്ലാം പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വർക്കായി. അല്ല, ഇത് ഒരു തമാശക്കാണ് ഇവന്മാര് പറയുന്നത്. പിന്നെ ഇവർ ഇത്രയും സമയം വേണ്ടി വന്ന് ലാസ്റ്റ് മാസ് ഡയലോഗ് ഇവന് അന്ന് നടക്കൂല എന്നൊക്കെ പറഞ്ഞു. അത് തമാശ രൂപത്തിലാണ്, അത്രേ ഉള്ളൂ. ഇല്ല, സംശയമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അത്ര. ബാക്കി ഫിക്ഷൻ അത്രയും ഫിക്ഷനൈസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് വലിക്കുന്നതും പരിപാടിയാണ്. ബാക്കിയെല്ലാം ഒറിജിനൽ കഥയായിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം വരുത്താൻ ചാൻസ് കിട്ടിയാൽ എന്ത് മാറ്റം വരുത്തും? അല്ല, കുറച്ചും കൂടി പ്രൊഫഷണലിസം വരണം എന്ന് തോന്നാറുണ്ട്. സീരിയസ്ലി മലയാളം ഇൻഡസ്ട്രി കുറച്ചും കൂടി അങ്ങനെ തോന്നാറുണ്ട്. സാർ അംഗീകരിക്കുന്നു? തീർച്ചയായിട്ടും അത് വളരെ ജെന്യുവനായിട്ടുള്ളൊരു ഉത്തരവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതെങ്ങനെ എല്ലാവരും മനസ്സ് വെക്കണം സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എനിക്കൊന്ന് ഒരു സക്സസ്ഫുൾ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ടീമിനും അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനിലും ആ രീതിയിൽ കുറച്ചും കൂടിയും ഒരു അച്ചടക്കം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു. ഞാൻ ശ്രമിക്കാം നെക്സ്റ്റ് ടൈം. അല്ല, ഇതിൻ്റെ എല്ലാ ഘട്ടമുണ്ടല്ലോ. ഇപ്പം മാർക്കറ്റിങ്ങിനെ കുറിച്ച് വളരെ പ്രൊഫഷണലി ചിന്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് തന്നെ അവർക്ക് ചിലപ്പോൾ റീൽസ് ആക്കാനോ മറ്റ് പല രീതിയിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും മറ്റ് ഒക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയൊരു രീതിയിൽ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എവിടെയൊക്കെ നമുക്കിത് മാർക്കറ്റ് ചെയ്യപ്പെടാം. ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല, ലോകമെമ്പാടും നമ്മൾ ഇപ്പം OTT വന്നതുകൊണ്ട് നമ്മുടെ സിനിമകൾ കാണുന്നതാണ്. പക്ഷേ എത്രയോ സാധ്യതകൾ നമുക്ക് പ്രൊഡ്യൂസേഴ്സൊന്നും അറിയാതെ കിടക്കുക, ആർക്കും അറിയത്തില്ല എവിടെയെല്ലാം ഈ സിനിമ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പല രീതിയിൽ ഈവൻ ഫെസ്റ്റിവൽസ് മാത്രം, ഫെസ്റ്റിവലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തിയേറ്ററിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടെത്തുവാനായിട്ടുള്ളൊരു പ്രൊഫഷണലിസം ആണല്ലോ. അതൊക്കെ സർക്കാർ തലത്തിലും വേണ്ടിയായി. KSFDC അല്ലെന്നുണ്ടെങ്കിൽ അക്കാഡമി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. പിന്നെ മേക്കിങ്ങിലുള്ള ഒരു അപ്രോച്ചും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതുപോലൊക്കെയുള്ള ഈ മാർക്കറ്റിംഗ് വലിയൊരു ഇതാണ്. നമ്മൾ എത്ര നന്നായി ചെയ്താലും അത് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ എവിടെയും വിസിബിലിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു വിസിബിലിറ്റി കിട്ടാനാണല്ലോ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ എത്ര ഗംഭീര പടം എടുത്താലും മാർക്കറ്റിംഗ് ലെവലിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ കേട്ടില്ല ഒരുപാട് നല്ല പടങ്ങൾ. പക്ഷേ എനിക്കൊന്ന് ഇപ്പോഴും ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ്. പിന്നെ ഈ സിനിമ പലപ്പോഴും നമുക്കുള്ള ഒരു പ്രയാസം, സിനിമ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ആസ് എ പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല, ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ് ഈ പ്രൊഫഷണലിസം നഷ്ടപ്പെടാനുള്ള കാരണം. അപ്പം അതൊക്കെ ആവശ്യമാണ്. ഈവൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ അതിനൊരു ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് അതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതികളില്ല. ഇപ്പം നമ്മളൊക്കെ ഒരു ബഡ്ജറ്റ് സിനിമയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ഇരട്ടിക്ക് മേലെ ആകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ബഡ്ജറ്റ് ഇടാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത്ര രൂപ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് പിടിക്കാൻ പറ്റുമോ, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത്രയും കോസ്റ്റ് വേണ്ട, ഒരു ആർട്ടിസ്റ്റിന് അത്രയും കോസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെയുള്ള
വെരി ബിഗിനിങ് നമുക്ക് ഈ സിനിമയ്ക്ക് ഇത്ര രൂപയാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കാൽക്കുലേഷനിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചും ഒക്കെ ബാധകമാണ് എല്ലാ കാര്യത്തിലും. ഇതൊക്കെ പ്രൊഫഷണൽ അപ്രോച്ചിന്റെ ഭാഗമാണ്. That's actually called producing the film. ഓക്കെ, മറ്റേത് പൈസ ഇറക്കൽ financing the film. Financing. It's only financing. Actually producing എന്ന് പറഞ്ഞാൽ ഡീപ്പർ ലെവലിൽ you need to have understanding of the film. അപ്പൊ എനിക്ക് തോന്നുന്നു OTT പ്രൊഡക്ഷൻ ഇപ്പൊ അങ്ങനെയാന്ന് തോന്നുന്നല്ലേ, അല്ലെങ്കിൽ കമ്പനീസ് OTT അതിപ്പോ നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് പ്രൊഡ്യൂസ് ഓഫ് കോഴ്സ് അവരങ്ങനെയാണ് പ്രൊഡ്യൂസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം വർക്ക് ഫ്ലോ ഉണ്ട്, എല്ലാത്തിനും കൃത്യമായ വർക്ക് ഫ്ലോയും അത് ചെയ്യുന്നത് അതിന്റെ സ്പെഷ്യലിസ്റ്റുകളും ആയിരിക്കും. ഇപ്പം ബഡ്ജറ്റ് ഇടുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കില്ല, അത് ബഡ്ജറ്റ് ഇടുന്നത് കമ്പനിയിൽ നിന്ന് തന്നെ അത് അവരുടെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഭയങ്കര വലിയ ഒരു ബഡ്ജറ്റിംഗ് ആണ്. അത് ഇപ്പൊ നമ്മള് കണക്കുകളല്ല. അത് എനിക്കൊന്ന് ബോളിവുഡിലൊക്കെ ഉണ്ട് ഈ പ്രൊഡക്ഷനിൽ ഒരു ഏടി ഉണ്ടാവും, പ്രൊഡക്ഷനിൽ ഒരു ഏടി ഉണ്ടാവും, മനസ്സിലായില്ല? കാരണം ആ ഏടിക്ക് അറിയാം ഇന്ന് ഈ ദിവസം എത്ര സീൻ ഷോട്ട് അല്ലെങ്കിൽ എത്ര ഷോട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇത്ര സീൻ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ഷോട്ട് ഒരു ദിവസം തീർന്നില്ലെങ്കിൽ ഇത് പെൻഡിങ് ആവുന്നു, അതുകൊണ്ട് നമ്മൾ 40 ദിവസം എന്നുള്ള 45 ദിവസം ആകുക എന്നുള്ളത് ഡയറക്ടറല്ല പറയുന്നത്, അവർക്കറിയാൻ പറ്റും, പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. അപ്പം നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറ്റത്തില്ല, അത് കോസ്റ്റ് കൂടുതലാണ്, നമ്മുടെ ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടൊരു കേപ്പബിലിറ്റി ഈ പ്രൊഡക്ഷൻ ടീമിന് അറിയാം. എത്ര ഷോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര സമയം ഡയറക്ടറിന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ആണ് അതിൻ്റെ ഒരു പ്രൊഫഷണൽസിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ഡിസിപ്ലിൻ ആണ് ആക്ച്വലി ഇത് പറഞ്ഞത്. അത് സ്ട്രീം ലൈൻ ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മൾ വി ആർ സ്റ്റിൽ ബേബി സ്റ്റെപ്സ്, ലോങ് വേ ടു ക്യാച്ച്. വേറെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഓൺ സെറ്റിൽ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. നമ്മളിവിടെ ഫുൾ നിലവിളിയായിരിക്കും, ലൈറ്റ് എടുക്കുക ഫുൾ നിലവിളിക്കുക. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആസ് എ സെപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻ. സോ ദ സെറ്റ് ഇസ് സൈലന്റ്. അപ്പൊ എനിക്ക് ആ സാധനം എടുക്കുമ്പോൾ അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, ചായ എടുക്കുന്നവർക്ക്, ലൈറ്റ് വെക്കുന്നവർക്ക്, എല്ലാവർക്കും ഇനിമ. അപ്പൊ നമ്മൾ വി ഷുഡ് ഇൻവെസ്റ്റ് ഓൺ കമ്മ്യൂണിക്കേഷൻസ് ഓൾസോ. അപ്പൊ ആ വോക്കി ടോക്കിയുടെ റേറ്റിൽ ലാഭിച്ച സെറ്റ് ഭയങ്കര ഇതിന് ഈ ആടുജീവിതത്തിന്റെ ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ള രാജു വസ്ത്രമെല്ലാം ന്യൂഡായിട്ട് ഇത് ചെയ്യുന്ന ഒരു സീനിന് വേണ്ടി അയാൾ തന്നെ ഒരു 2 ദിവസത്തോളം വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വോഡ്ക കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു 2 ദിവസം. അപ്പോൾ ഇത് ഉണ്ടാകുന്ന വെച്ചാൽ ഈ മിനറൽസ് ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തിയൊക്കെ ഉണ്ടാവുന്നുണ്ട് മെൻ്റലി ഒക്കെ. അയാൾ തന്നെ ചേട്ടാ ഞാൻ ചീത്ത വിളിച്ചാൽ പോലും വിചാരിക്കരുത്, ഞാൻ അത്ര ആ രീതിയിൽ. അപ്പം നമ്മളിത് ഒരുക്കിയപ്പം ഈ ആളെ നമ്മൾ ഒരുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഒരുങ്ങി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നത്തെ ആ സീക്വൻസ് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ റിഹേഴ്സൽ ചെയ്തു. അപ്പം അവിടെ അയാൾ ഇങ്ങനെ നടന്നു വരുന്നതിന് സ്റ്റഡിക്യാമാണെങ്കിൽ സ്റ്റഡിക്യാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റിടത്തോട്ട് ട്രാക്ക് ആണെങ്കിൽ നെക്സ്റ്റ് ഷോട്ട് അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാക്ക്. അപ്പം ക്യാമറ ഊരിക്കൊണ്ടുവന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏത് ലെൻസാണ്, എങ്ങനെയാണെന്നുള്ള ഇത് മൊത്തം നടക്കേണ്ട കാര്യങ്ങൾ ഇത് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ഇന്ന ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു 3 മണി തൊട്ട് ഒരു 4-5 മണി വരെ ഉള്ള ഒരു ലൈറ്റാണെങ്കിൽ ആ ലൈറ്റിൽ ഇത്ര 8 ഷോട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഈ ഡിസിപ്ലിൻ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം. ട്രാക്ക് എടുക്കുന്നവനും അറിയാം, ക്യാമറ അസിസ്റ്റന്റിനും അറിയാം. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിദംബരം പറഞ്ഞിട്ട് ഒരു ബഹളവും ഇല്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് ഒറ്റ ഷോട്ട് എടുത്തു. അല്ല ഈ സൗണ്ട് ഇല്ല 8 ഷോട്ട് എടുത്തു അന്ന്. ഈ 3 to 5 എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ അകത്ത് 8 ഷോട്ട് നമ്മൾ എടുത്ത് ഇങ്ങനെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ആ സമയത്ത് ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലാതെ ഒറ്റ ശബ്ദമില്ല. അപ്പം ഇത് നമ്മൾ വിചാരിക്കും നല്ല ലൈറ്റിൽ എന്താ ഷൂട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയാം. പക്ഷേ നമ്മൾ അത് മോശം ലൈറ്റ് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഏറ്റവും നല്ല ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില സീക്വൻസിൽ. ബേസിക്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈറ്റിന്റെ കേബിൾ ലേഔട്ട് എന്നുള്ള വ്യത്യാസമുണ്ട്. കേബിൾ അങ്ങനെ ഇടുകയല്ല, കേബിളിന് ഇടുന്നതിനും ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എപ്പോഴും ഓടുമ്പോൾ ശ്രദ്ധിക്കണം, ലൊക്കേഷൻ എപ്പോഴും ഓടാതിരിക്കണം. നമ്മൾ പല എപ്പോഴും കേബിളിൽ തട്ടും ലൈറ്റ് വീട് സംഭവിക്കാം. അതായത് ഞാൻ പറയാതിരിക്കുന്നു, ഡെസേർട്ടിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ലാസ്റ്റ് നടക്കുന്ന സീൻ റീടേക്ക് എടുക്കാൻ പറ്റില്ല. ഡെസേർട്ടിൽ ഫുട് പ്രിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുട് പ്രിന്റ് വായിക്കണം. അപ്പൊ അത്രയും വലിയ വൈഡ്സും ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. അല്ല, നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്യട്ടെ. ഇവരൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത്. ഇതിനെ പറ്റി ചിദംബരം പറയണം. റാപ്പിഡ് ഫയറിന്റെ കണ്ടിന്യൂഷൻ ആണ്. സിനിമ ഡ്യൂറേഷൻ മാറ്റേഴ്സ് ഒരു പടത്തിന്.
മാറ്റേഴ്സ്. കാരണം സിനിമ ഡ്യൂറേഷൻ മാറ്റേഴ്സ്. നമ്മളിപ്പോ കൺവെൻഷണൽ ആയിട്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് 2-3 ഇടയ്ക്കുള്ളതാണ് ഒരു സിനിമയുടെ സ്വീറ്റ് സ്പേസ് എന്നുള്ള പോയിന്റ്. പുറത്തോട്ട് നമുക്ക് ആൾക്കാർക്ക് ശീലമില്ല. അതിന് ഇപ്പം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 45 മിനിറ്റ് ആണെങ്കിൽ അതൊരു ടെലിഫിലിം, മറ്റേ 10 മിനിറ്റ് ആണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം, അങ്ങനെ ഒരു ഫീച്ചർ ഫിലിമിന് കൺവെൻഷൻ ഡ്യൂറേഷൻ മാറ്റേഴ്സ്. കഥ പറയാൻ എത്ര സമയം പക്ഷേ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെന്റെ ആഡ് ചെയ്യാട്ടോ. അറ്റൻഷൻ സ്പാൻ ഇപ്പൊ ഭയങ്കര കമ്മിയാണ് ആക്ച്വലി. ആൾക്കാർ ഡിസ്ട്രാക്ട്, ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രാക്ഷൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയി. ചില സമയത്ത് നമ്മൾ പെട്ടുപോകും. ചില സമയത്ത് എനിക്കിപ്പോ ഇതില് ഒരു 3.25 മണിക്കൂറൊക്കെ ആയിരുന്നു ഫസ്റ്റ് എഡിറ്റ് എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും ഞാൻ വളരെ എഡിറ്റ് ചെയ്ത് പക്ഷെ നമുക്കറിയാം 3.25 മണിക്കൂർ നമുക്ക് ഇതുപോലൊരു സിനിമയ്ക്ക്, വേറൊരു ആക്ഷൻ സിനിമയൊക്കെ ആണെങ്കിൽ പറ്റും. നമ്മൾ കുറച്ച് 2:45 തിയേറ്റർ വന്ന്. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും ഒരു അരമണിക്കൂർ കുറച്ച് ഈ ഫെസ്റ്റിവൽസിനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അതായിരിക്കും നല്ല ഘട്ടം. കാരണം അപ്പം നമ്മള് അത് ഇത്രയും വലിയ ബുക്ക് കണ്ടൻസ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. നമ്മൾ തിയേറ്ററിൽ കണ്ടതിലും സാർ എഡിറ്റ് ചെയ്തു എന്നിട്ടാണ് ഫെസ്റ്റിവലിൽ. അതെ ഒരു 2:17 ഉള്ളൂ. ഡ്യൂറേഷൻ മാറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓൾസോ ആക്ച്വലി. അല്ല, ഇപ്പൊ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ 2.5 hour ഫിലിമാണ്. അത് ഒരിക്കലും ഒരു 1 hour 10-15 minutes പറയാൻ പറ്റില്ല. ബിക്കോസ് ഈവൻ ദോ 3 ക്യാരക്ടേഴ്സ്, ആടുജീവിതം അതേമാതിരി ആ ഒരു ക്യാരക്ടറിന്റെ എല്ലാ ഫേസും കാണിച്ച് അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. ഡ്യൂറേഷൻ ഡെഫിനറ്റ്ലി മാറ്റർ. പക്ഷെ അതേപോലെ തന്നെ ആസ് സ്മോളർ ആണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് കേസ് ഡിഫറെന്റാ. ഞാൻ അധിക സമയം ഗുഹയിലെടുത്ത ആൾക്കാർക്ക് ഭ്രാന്തോ. എന്റെ പടം 2 10 ഉള്ളു, കാരണം അത് ചെറിയ പടമാണ്. പിന്നെ നമ്മളിപ്പോ ഒരു പാൻ ഇന്ത്യൻ അല്ലെ അതുപോലുള്ള ഇന്റർനാഷണൽ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കേ ഉള്ളു ഇവിടെ ഈ ഇന്റർവെൽസ് ഉള്ളത്. പുറത്തൊന്നും ഇന്റർവെൽസ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് അവർക്ക് ഇത് മുഴുവൻ കാണേണ്ടി വരിക. അപ്പൊ അതും പ്രയാസം ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ബുക്കിംഗ് സമയത്ത് തന്നെ ഒരു പടത്തിന്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കും. ആക്ച്വലി ഇപ്പൊ എല്ലാവരും നോക്കുന്നതാണ്. അതുപോലെ സെൻസർ കാർഡ് വരുമ്പോഴും ഈ പടത്തിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നാണ്. ദാറ്റ് മീൻസ് ഓഡിയൻസ് ആർ ലൈക്ക് വെരി ക്യൂരിയസ് ടു നോ എത്ര നേരം തിയേറ്ററിൽ ഇരിക്കണം എന്നുള്ള. അല്ല അതന്നെ ഇപ്പോഴത്തെ റീൽസ് കാണുന്നത് നമ്മൾ ഇൻസ്റ്റാ റീൽസ് കാണുന്ന എത്ര ഒരു 1 hourലേക്കൊന്ന് അത്രയും റീൽസ് കാണുന്നുണ്ട്. കണ്ടന്റ് അത്രയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയും ഷോർട്ടൺ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും സേഫ് ആൻഡ്. ഓക്കെ, കിഷ്കിന്ധാകാന്ഡത്തിലെ ഫേവറേറ്റ് സീൻ ചോദിച്ചത് പറയും. ഹഗ് ചെയ്യുന്ന ലാസ്റ്റത്തെ അച്ഛനും അജയൻ ആൻഡ് അപ്പുപിള്ള ഹഗ് ചെയ്യുന്ന സീൻ. ഓക്കെ, ബ്രഹ്മയുഗത്തിലെ ടഫസ്റ്റ് സീൻ ചോദിച്ചത് പറയും. ഒരുപാടുണ്ടാവാം. കുറെ ടഫ് ഒരുപാടെണ്ണമുണ്ട്. ആ റൊട്ടേറ്റിംഗ് ചേംബർ സീൻ ടഫായിരുന്നു ഷൂട്ട് ചെയ്യാൻ. റെയിൻ സീക്വൻസ് കുറച്ച് ടഫായിരുന്നു. ആ മിഡ് പോയിന്റ് സീൻ അർജുൻ ഇങ്ങനെ റേഞ്ച് വരുന്നത്. മെനി സീക്വൻസ്, എവറി സീൻ ഇസ് ടഫ് ആക്ച്വലി. എല്ലാ ഷോട്ട് എടുക്കാനും ടഫാണ്. ചില മാജിക് സംഭവിക്കുന്നത്. ഓക്കെ, ബ്ലസ് സർ, സിനിമയ്ക്ക് ഹാപ്പി എൻഡിങ് വേണം. ആ സ്റ്റേറ്റ്മെന്റിനോട് സാറിന് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഈ ഒരു ഗ്രാമർ എല്ലാവരും ഉപയോഗിക്കുന്നു പറഞ്ഞുകൊണ്ട് അതേ ഗ്രാമറിൽ തന്നെ നമ്മൾ സിനിമ ചെയ്യാൻ പോയാൽ കാര്യമില്ല. എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അടുത്ത് പത്മനാഭൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ പോയി. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത് ഇങ്ങനെ ഇതൊരു തൊഴിലായിട്ട് ഇങ്ങനെ കാണരുത്. ഒരു തൊഴിലാളിയുടെ കൂട്ട് ഒരു സ്ഥിരം ഓരോരുത്തരുടെ പാറ്റേൺ ഗ്രാമർ എന്നൊക്കെ നമ്മളൊരു കഥയെ എങ്ങനെ വ്യത്യസ്തമായി നമുക്ക് ഫ്രഷായിട്ട് പറയാൻ പറ്റുന്നു, അതാണ് ആ സിനിമയുടെ അന്ത്യം. അപ്പം ചോദ്യത്തിൽ എൻ്റെ സിനിമകളിൽ മിക്കവാറും എല്ലാത്തിലും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ട്രാജിക് എൻഡാണ് ഈവൻ ആടുജീവിതത്തിൽ ഒഴിച്ചാൽ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ബോധർ ചെയ്തിട്ടില്ല. കാരണം ആകെ ഒറ്റ കാര്യം ഞാൻ ചിന്തിക്കാറുള്ളൂ, തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോകരുത് സിനിമ. കാരണം നിങ്ങളുടെ കൂടെ സിനിമ ഉണ്ടാവണം കുറച്ച് സമയമെങ്കിലും എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ അതിന് ആ സിനിമ എന്താണ് പറയേണ്ടതെന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് കോമൺ ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 4 പേരും ചെയ്യുന്നത് ഒരേ സിനിമയാകത്തില്ലേ? ഇതാണ് ഓഡിയൻസിന് വേണ്ടിയെന്നുള്ള ഒരു ഫോർമുല നമ്മളങ്ങ് കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയ്ക്ക് അതിൻ്റെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ കൂടെ ഞങ്ങളെല്ലാം ശ്രമിക്കും, അല്ലേ ബാക്കി എല്ലാവരും ശ്രമിക്കും. അപ്പം അതല്ല ഒരു നല്ല. ഇപ്പം ഓഡിയൻസിനെ, കാഴ്ചക്കാരെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവന് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. രാഹുൽ സ്വന്തം പടങ്ങൾ കാണാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ്. സ്വന്തം പടങ്ങൾ
അങ്ങനെ ഒരു സ്വന്തം രണ്ടെണ്ണം ഉണ്ടോ കുറയൊന്നുമില്ലല്ലോ. എന്നാലും ആ രണ്ടെണ്ണം കാണില്ല. അതിനകത്ത് ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു സിനിമയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയും. അത് കാണില്ല. I see too much work മതി. ഈ ഞാൻ ആടുജീവിതം വേണ്ട നമ്മുടെ പണിയാണ് നമ്മൾ കാണുക അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് സിനിമയുടെ ഒരു 60-65 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തിയേറ്ററിൽ കാണാൻ ഇത് പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചധികം ആൾക്കാർ മാത്രമുള്ള സമയത്ത് ഞാൻ പോയി കാണുന്നത്. അപ്പോഴും നമുക്കിതിൻ്റെ വീണ്ടും കുഴപ്പങ്ങളായി. ഇവിടെ ഇത് ഭയങ്കര ഇരുട്ടാണല്ലോ, മറ്റേ കാണുന്നില്ലല്ലോ, അല്ല നമുക്കിതൊരു ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം നമ്മുടെ ഇപ്പം കാഴ്ചയോ തന്മാത്രയൊക്കെ ചിലപ്പോൾ ഞാനൊരു 10-20 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ എൻജോയ് നമ്മൾ പടം ഇറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊരു 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും പടം. മിക്സിങ്, മറ്റേ ഡബ് പരിപാടി. പിന്നെ ഇതിൽ ഏറ്റവും എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യൂബ് അപ്ലോഡിൽ ഫുൾ തണുപ്പത്ത് പോയിരുന്ന കൂടെ കാണുമ്പോഴത്തേക്കും പടം ഫുൾ വെറുത്തിരിക്കും. കഴിയുമ്പോഴത്തേക്കും പടം വെറുത്ത് എന്താണ് ഫുൾ ക്യൂബ് ഭയങ്കര തണുപ്പാണ്. ആ ക്യൂബ് അപ്ലോഡ് നമ്മളൊന്ന് കാണണം, നമ്മൾ കണ്ടിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ കാണും. മിക്കപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെ പാതിരാത്രിയൊക്കെ ഫുൾ തണുപ്പിൽ കമ്പിളിയൊക്കെ പോച്ചത് കാണുമ്പോഴത്തേക്കും എന്താണ് ഒറ്റയ്ക്ക് അവിടെ കഴിയുമ്പോഴത്തേക്കും ഫുൾ ജഡ്ജ്മെന്റ് കുറച്ചു കാലത്തേക്ക് ഇത് കാണാൻ തീരുമാനിക്കും. അല്ല ഇപ്പൊ ഒരു തിയേറ്ററിലെ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ പാർക്കിംഗ് നിന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അതൊരു സിനിമയായിട്ട് കാണാൻ നമുക്ക് കുറച്ച് സമയം കഴിയും. സാർ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ പുറത്ത്? അല്ല നമ്മളിപ്പോ ക്യാമ്പയിനിങ്ങിന് പോകുമ്പോ നമുക്ക് മെമ്പേഴ്സിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റത്തില്ല, നമ്മൾ പുറത്തായിരിക്കും. പക്ഷെ അവർ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ററാക്ഷൻസിന് വേണ്ടി നമ്മൾ നിൽക്കണം. അപ്പൊ ആ സമയം മൊത്തം പുറത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക. വെയിറ്റ് ചെയ്യും. സൗബിക ചിദംബരത്തിന് തന്നൊരു ബ്രീഫ് എന്ന് പറയുന്നത് ആൾക്കാര് കുറച്ച് ഇമോഷണലായി കൈയടിക്കണം അവസാനം. അത് ശരിക്കും ഇമോഷണലായി കൈയടിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ പാട്ടും കൂടി വന്നപ്പോ എല്ലാരും തുള്ളിച്ചാടി കൈയടിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ. അപ്പൊ ആ പാട്ട് ഇടാനുള്ള ലെവലില് ഞാൻ ആദ്യമേ എന്റെ പറഞ്ഞ അത് ഈ പാട്ടിന് റൈറ്റ്സ് വാങ്ങിക്കും. റൈറ്റ്സ് കിട്ടിയാൽ നമുക്ക് എങ്കിലും ഈ സ്ക്രിപ്റ്റ്, കാരണം പടം തുടങ്ങുന്ന ആ പാട്ടിലാണ് ക്ലൈമാക്സ് ഈ പാട്ടിൽ. അപ്പം ഫസ്റ്റ് പോയി റൈറ്റ്സ് വാങ്ങിച്ചു, എന്നിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അപ്പൊ പാട്ട് എന്തായാലും ഇളയരാജ മ്യൂസിക് ആൻഡ് മ്യൂസിക്. പിന്നെ അതിനൊരു റീകോൾ വാല്യൂ ഉണ്ട്, പിന്നെ അതിനൊരു കൾച്ചറൽ വാല്യൂ ഉണ്ട്, പിന്നെ അതിന്റെ ലിറിക്സ് ആക്ച്വലി എന്തോ ഭാഗ്യത്തിന് കറസ്പോണ്ട്സ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ സ്ക്രീൻ. അപ്പൊ അതെല്ലാം കൂടെ വന്നപ്പോ ഉണ്ടായ ഒരു അതാണ് ഇറ്റ് ഈസ് ഒരു സിനിമയുടെ ഒരു മാജിക്. ഇറ്റ്സ് അബ്സ്ട്രാക്ട്. നമുക്ക് അത് പറയാനും പറ്റില്ല, അത് റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അങ്ങനെ അത് അങ്ങനെ പറ്റില്ല. ഇത് ഭയങ്കര ഒരു ഇൻ ദ എയർ ആണ്. അപ്പൊ അത് അവിടെ ആ മ്യൂസിക്കിന്റെ പവർ. അപ്പൊ മ്യൂസിക് ഒരേ ഷോട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് സ്കോർ ചെയ്താൽ അത് ഡിഫറെന്റ് മ്യൂഡ്സിലേക്ക് നമുക്ക്, അപ്പൊ നമുക്ക് മ്യൂസിക് വെച്ചിട്ട് നമ്മൾ ഓഡിയൻസിന് നമുക്ക് വേണ്ട ഡിറക്ഷനിലേക്ക് നമുക്ക് ഓൾറെഡി കൊണ്ടുപോകാൻ. ഇതിങ്ങനെയാണ്, ഇത് ഇങ്ങനെ പ്രതീക്ഷിക്കാം, മ്യൂസിക്കൽ ക്യൂസ് കൊടുക്കാം, അങ്ങനെ. പ്രീ പ്രൊഡക്ഷന്റെ കഥകൾ എടുക്കുകയാണെങ്കിൽ സാർ ഇപ്പം മരുഭൂമി അന്വേഷിച്ച് ചൈനയിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഒട്ടകങ്ങൾ നമുക്ക് പറ്റാത്തതുകൊണ്ട് അതെടുത്തില്ല. അതുപോലെ പുല്ല് കറക്റ്റ് ഇപ്പം അവിടുത്തെ പുല്ല് തപ്പി സാറ് അങ്ങനത്തെ പുല്ല് ആവണമെന്ന് കോംപ്രമൈസ് ചെയ്യാതെ അതൊക്കെ നോക്കിയിട്ടുണ്ട്. ചിദംബരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഡോക്യുമെന്ററി പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഓരോ ഷോർട്സും ഫുൾ വരച്ച് സെറ്റാക്കിയിട്ടാണ് പടത്തിലേക്ക് ഇറങ്ങുന്നത് രാഹുൽ. കിഷ്കിന്ധാടത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവർ പോകുന്ന ഇമോഷണൽ സംഭവം എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രീ പ്ലാൻഡും പ്രീ പ്രൊഡക്ഷൻ സ്ട്രോങ്ങും ആയതുകൊണ്ടാണോ പടങ്ങൾ ഇങ്ങനെ ഹിറ്റ് ആവണത്, അല്ലെങ്കിൽ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങൾ ഹിറ്റ് ആവണത്? പ്രീ പ്രൊഡക്ഷൻ ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പം വളരെ സന്തോഷമുള്ള കാര്യം ഇപ്പൊ എന്താ വെച്ചാൽ ഈ 4 സിനിമകള് തിയേറ്ററിൽ നന്നായിട്ട് പോയ 4 സിനിമകളുടെ പിന്നിൽ ഇത്രയധികം അധ്വാനം ഉണ്ടെന്നുള്ളത് ആൾക്കാർ അറിയാന്ന് പറയുന്നത്. അപ്പൊ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കുന്ന കാര്യങ്ങളല്ല ഇതെന്നുള്ളതും ആൾക്കാർ അറിയുന്ന നല്ല കാര്യമാണ്. പ്രൊഡക്ഷൻ അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രീ പ്രൊഡക്ഷൻ ഇല്ലാണ്ട്, കാരണം എന്റെ മനസ്സിൽ ഫുൾ സിനിമ ഉണ്ടാവും, പക്ഷെ എനിക്കൊരു 100 ആള് വേണം ഇത് എക്സിക്യൂട്ട്. അപ്പൊ അവരുടെ മനസ്സിലേക്കും ഇതൊക്കെ പ്രീ പ്രൊഡക്ഷനും അവര് അതിനുള്ള ഡിസൈൻ ഉണ്ടാക്കുക, സ്ക്രിപ്റ്റ്, സ്റ്റോറി ബോർഡ്സ് തന്നെ അവർക്ക്. അപ്പൊ ഒരു ഫേമസ് വേർഡ്സ് ബൈ ഹിച്ച്കോക്ക് എന്നുള്ളത് സിനിമ കഴിഞ്ഞു ഇനി ഷൂട്ട് ചെയ്താൽ മതി. അപ്പൊ ദാറ്റ്സ് ഹൗ പ്രീ പ്രൊഡക്ഷൻ ഷുഡ് ബി. അതാണ് പ്രീ പ്രൊഡക്ഷൻ ലെവല് എത്രത്തോളം നമുക്ക് ഒരു ടൈം കിട്ടുമോ അത്
നമുക്ക് ഷൂട്ടിംഗ് ടൈമിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്ക് മിലിറ്ററി ഓപ്പറേഷൻ ഒന്നും പ്ലാൻ ചെയ്താലും നടക്കില്ല. അതാണ് ഫിലിമിങ്, അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഭയങ്കര അൺസർട്ടനിറ്റി എല്ലാം ഉണ്ട്, എല്ലാ ദിവസവും സർപ്രൈസസും. ഒരു യുദ്ധം പോലെയാണ്, ഞാൻ എപ്പോഴും പറയാം, ഒരു യുദ്ധം പോലെ തന്നെയാണ് സിനിമ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്തിട്ടും ചെയ്താലും എന്തും സംഭവിക്കാം. വെരി പെയിൻഫുൾ പ്രോസസ്, സിമ്പിളായി പറയുന്നത്. ചിദംബരത്തിന്റെ പാട്ടിൽ പറയുന്നത് വിയർപ്പ് തുന്നി. അപ്പൊ 2025 അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണെന്ന് അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. സാറിന് ഇനി പടം ചെയ്യാൻ സത്യത്തിൽ ആഗ്രഹമുണ്ടോ? വല്ലാത്ത ചോദ്യമായിട്ട്. ഞാൻ US ചെന്നപ്പോ എൻ്റെ അടുത്ത് ഒരാളല്ല 2-3 പേര് ചോദിച്ചു, ഈ റിട്ടയർമെന്റിന് ശേഷം ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ റിട്ടയർമെന്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റേതായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. സിനിമയല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോധം നഷ്ടപ്പെടുന്ന സമയം വരെയും തലച്ചോറിലൊരു സിനിമ ഉണ്ടാവണം, ചെയ്താലും ഇല്ലായാലും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും കുറച്ച് കാലങ്ങളായെങ്കിലും ഒരു 28 സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം കുറേയധികം സിനിമകൾ ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഇനി എന്ത് സ്ട്രഗിൾ വന്നാലും സാറിനത് ഈസി ആയിരിക്കൂലേ? അങ്ങനെയല്ല, ഓരോ സിനിമ ഇപ്പം നമ്മളിപ്പം സ്ട്രഗിൾ എന്നുള്ളതല്ലോ, സ്ട്രഗിൾ എന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടായിട്ടാണ് അതിനെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ മാത്രമേ അതിൽ നമുക്ക് ഒരു പ്രയാസമില്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത സിനിമയ്ക്ക് എന്താണ് എന്നുള്ളത് അതിനെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അപ്പോൾ നമുക്ക് പറ്റും അല്ലെങ്കിൽ എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നമുക്കുണ്ട്. ബ്ലെസ് സാർ അടുത്ത് എന്താണ് ചെയ്യാൻ പോണത്? ഞാൻ വളരെ ഇമ്മീഡിയറ്റായിട്ട് എനിക്ക് ഒരു എഴുത്തിലേക്ക് ഞാൻ കയറാനായിട്ട് എന്നെ ഒന്ന് ഒരുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ഒരുപാട് അലഞ്ഞു നടക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് സിനിമകൾ, ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള സിനിമകൾ മിസ് ചെയ്തിട്ടുള്ളതുണ്ട്. അതിങ്ങനെ കണ്ടു തുടങ്ങി. ഇനിയും കുറച്ച് വായന തുടങ്ങണം. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് എഴുത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല അടുത്ത എന്താ സിനിമയിൽ ചെയ്യണ്ടെന്നുള്ളത്? അതൊരു പറയാനായിട്ടില്ല. ഓക്കെ, രാഹുൽ എന്നോട് ചോദിക്കരുത് നേരത്തെ നമ്മൾ ചോദിച്ചായിരുന്നു. അടുത്ത ഹൊറർ പടം രഞ്ജിത്ത്? സെയിം ഇത് തന്നെ. ഞാനും ബാഹുലുമായിട്ട് തന്നെ ഒരു മുന്നേ പ്ലാൻ ചെയ്ത ഒരു സ്ക്രിപ്റ്റായിരുന്നു. അത് തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ അതിൻ്റെ സ്ക്രിപ്റ്റെല്ലാം കഴിഞ്ഞു, ബാക്കി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുലിനോട് ഇങ്ങനെ ചോദിക്കാം, ഈ ഹൊററിൽ ചാത്തൻ യക്ഷി എന്താണ് വരാൻ പോണേ? അതിനനുസരിച്ച് രണ്ടുമില്ല, ചാത്തനും യക്ഷിയും ഇല്ല. സിധു പിന്നെ ഹിന്ദി അതിന്റെ പ്രീ പ്രൊഡക്ഷനും ലൊക്കേഷനും എഴുത്തും പരിപാടികളൊക്കെ. ബോംബെയിലാണോ കൂടുതൽ കേരളത്തിൽ നിന്നോട്ടാണോ പരിപാടി? അല്ല, രണ്ടും അവിടെ മാറി മാറി. ഓക്കെ, ഈ വർഷം കണ്ടേക്കുന്ന ബെസ്റ്റ് മൂവി സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഏത് സെലക്ട് ചെയ്യും? ചിതുവിന് തുടങ്ങാം. ഇപ്പം ഈ വർഷം കുറെ പടങ്ങൾ കണ്ടു. അങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഡെയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫിലിം പാരഞ്ചത്തിന്റെ തങ്കളാൻ. ഭയങ്കര ഒരു ഡെയറിംഗ്, വേറൊരു ടൈപ്പ് സിനിമയായിട്ട് എനിക്ക് തോന്നി. പ്രമേഹം വേറൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ്സ് വെരി ഡെയറിംഗ് ടു ഡു എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആൻഡ് കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പ്രൊജക്ഷൻ, ബ്രോഡ്കാസ്റ്റ്, അങ്ങനെ ഭയങ്കര ടെക്നിക്കലി അതിൽ കുറെ ചാലഞ്ചസ് ഉണ്ട്. സോ പ്രമേഹം, ഓഫ് കോഴ്സ്, തങ്കളാൻ, മെനി ഫിലിംസ്, ആടുജീവിതം. ആൻഡ് ബിക്കോസ് ഇറ്റ്സ് ഭയങ്കരമായിട്ട് ഞാൻ വായിച്ചതും പിന്നെ എനിക്ക് അതിൽ പണിയെടുക്കാനും പറ്റി. അങ്ങനെ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. സൂപ്പർ. സാർ പറയോ? ഒരുപാട് നല്ല സിനിമകൾ വന്നു. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ സിനിമകൾ വളരെ അധികം വളരെ വ്യത്യസ്തമായ അപ്രോച്ചാണ് എന്നുള്ളത്. അതാണ് എൻ്റെ അകത്ത് നല്ലതെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ടെക്നിക്കലി ചിന്തിക്കുമ്പം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറയുമ്പം എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ സിനിമയെ സമീപിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. രാഹുൽ കാണുന്നത് ഹൊറർ മൂവീസ് ആയിരിക്കും കൂടുതലും? അങ്ങനെയല്ല, ഞാൻ റൈറ്റിംഗ് ഒരു ഫേസിലുള്ളപ്പോ ഒരുപാട് ഫിലിംസ് കാണാറില്ല പൊതുവെ. വേറെ ഫിലിംസ് അപ്പൊ കാണുന്നത് കമ്മിയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ മാസം ഇങ്ങനെ പുതിയ ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് എനിക്ക് അറിഞ്ഞൂടാ. അത് കാണുമ്പോൾ എനിക്ക് I'll be very curious and very anxious to know, എനിക്ക് അങ്ങനത്തെ ഒരു ഫിലിം എടുത്ത why am I doing horror? അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് വരും. സോ അതുകൊണ്ട് കാണാറില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, എനിക്ക് ഈ കൊല്ലം ഒരുപാട് ഫിലിംസ് സാറിൻ്റെയും ചിതുവിൻ്റെയും ദിജിൻ്റെയൊക്കെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ലൈക്ക് ഗ്രേറ്റ് ഫിലിംസ്, ഗ്രേറ്റ് അറ്റംപ്റ്റ്. സോ
വെരി എക്സൈറ്റഡ് ടു നോ എല്ലാവരും എന്താ ചെയ്യുന്നത് നെക്സ്റ്റ്. ഫേവറേറ്റ് സിനിമ ഒരെണ്ണം പറയാൻ പറഞ്ഞ ഒന്നും പറയാൻ അങ്ങനെയില്ല. സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ 23 വന്ന ഡിഫറെൻറ്റ് ജോണറിലെ ഡിഫറെൻറ്റ് മൂവീസാണ്. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലർ ഒരു മൂവി എന്നുള്ള പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ചിതുവിൻ്റെ ആയാലും സാറിൻ്റെ ആയാലും ഇവൻ്റെ ആയാലും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അത് ഓരോന്ന് വ്യത്യസ്തതയുണ്ട്. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നയാളാണ്. ലൈക്ക് അതിലുള്ള കണ്ടന്റ് എങ്ങനെ വ്യത്യസ്തമായിട്ട് അവർ അവതരിപ്പിച്ചു, അത് എന്നെ ഭയങ്കര ഹൈ ആക്കിയിട്ടുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് വന്ന് ഇതെല്ലാം ഇഷ്ടമാണ്. അത് നല്ല കൊല്ലമായിരുന്നു. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെരി ഗുഡ് ഇയർ ഫോർ സിനിമ. നോട്ട് ജസ്റ്റ് മലയാളം, എല്ലാ ലാംഗ്വേജിലും ഇറ്റ്സ് എ വെരി ഗുഡ് ഇയർ ഫോർ ഫിലിം. 2024 Yeah. ഇതുപോലെ ഇതിലും നല്ല വർഷമാവട്ടെ 2025 നമുക്ക് ആശംസിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും തിരക്കിനിടയിൽ ഡയറക്ടേഴ്സ് ക്ലബ് റൗണ്ട് ടേബിളിൽ വന്നതിന് താങ്ക് യു. താങ്ക് യു.